ഉണ്ണിമായ പോടാ. എവിടുന്ന് എത്ര രാവിലെ? എനിക്ക് ഇഷ്ടമുള്ള അടുത്തുനിന്ന്. നീ എന്തിനാ അതൊക്കെ നോക്കണേ? ചൂടാവല്ലേ കരളെ, ആ വളവ് തൊട്ടേ ഞാൻ നിന്റെ പുറകെ വരുന്നതാ. പിന്നെ ഭാവി വരണേ നീ എന്നൊന്നും വിളിക്കരുത്. അയ്യടാ ഭാവി വരെ. അയ്യോ, പത്രം വേണ്ടേ? ഇതൊന്ന് മനസ്സിരുത്തി വായിക്കണേ. 26-കാര് 14-കാരിയെ തട്ടിക്കൊണ്ടുപോയ ചൂടുള്ള കുളിരുള്ള വാർത്ത. ഇതൊന്ന് വായിക്കണം. പത്രം വീട്ടിൽ കൊടുത്താ മതി. അവിടേക്ക് വന്ന നിന്റെ അമ്മാവിന്റെ ദുർമുഖം കാണണല്ലോ എന്ന് ഓർത്തിട്ടാ. വഷളൻ. അപ്പോ അമ്മാവന് പേടിയുണ്ട്. എനിക്ക് ആ നക്കി വേറെ ആര് പേടിക്കാൻ? പെണ്ണ് കെട്ടാതെ മൂത്ത് നരച്ച് മറ്റുള്ളവർക്ക് പാരയായിട്ട് നടക്കല്ലേ നാറി. അവന്റെ അടിമത്തത്തിൽ നിന്നും ഉണ്ണിമായെ രക്ഷിക്കാനാ ഈ പത്രക്കെട്ട് ഞാൻ ദിവസം ചുമക്കുന്നത്. പത്രക്കാരൻ ആ പണി ചെയ്താ മതി. എന്നെ നന്നാക്കാൻ വരണ്ട. കാശ് വാങ്ങാൻ വീട്ടിൽ വാ. ഞാൻ ഇതെല്ലാം അമ്മാവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉണ്ണിമായെ, അനശ്വരമായ പ്രണയം അലമ്പാക്കരുത്. ഇന്ന പത്രം വായിച്ചു നോക്ക്. ഇത് എവിടെയാ വാർത്ത? ഉൾപേജിൽ അടയാളിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഒരു ഉമ്മ തരൂ. വൃത്തിയായിട്ടവനെ, ഞാനിത് അമ്മാവനോട് പറഞ്ഞു കൊടുക്കും. മതി. അമ്മാവനോടും അമ്മയോടും മുത്തശ്ശിയോടും വേണമെങ്കിൽ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ട് തന്നാ മതി. പോടാ. എന്റെ അമ്മേ, ദൈവമേ, പീഡിപ്പിച്ചു അങ്ങനെ ചെന്ന് പറയൂ എന്റെ ഉണ്ണിമാങ്ങ. കണ്ണിച്ചോരയില്ലാത്ത ചെറ്റയാ വാരര്. പത്രപ്രവർത്തനത്തിന്റെ റൂട്ട് മാറ്റേണ്ടി വന്നാലും ആ വാരര കൈകൊണ്ട് രക്തസാക്ഷി ഏണ്ടി വന്നാലും ഉണ്ണിമായെ നിന്നെ ഞാൻ വളയ്ക്കും. ഉണ്ണിമായെ, നിന്നുള്ള തള്ളിത്താ. ഉണ്ണിക്കെന്ത് പറ്റി? ഉണ്ണിമായുടെ പാവാടയിലും മറ്റും പലയിടത്തും വീണ് മുറിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഇല്ല, ഇത് അതന്നെ തോന്നണേ. ആവൂ, ഈശ്വരാധീനം. ഇപ്പോഴെങ്കിലും എന്റെ കുട്ടിയെ കടാശിച്ചല്ലോ. പാർവതിയെ, ഇവളെവിടെ പോയി കിടക്കുക? ഒന്നിങ്ങോട്ട് വരണ്ടോ നീയേ? സാരമില്ലാട്ടോ. തലയും മുലയും വളർന്ന പെൺകുട്ടിയാ നീയെ. ഇപ്പോഴും ചെറിയ കുട്ടികളെ പോലെ ഓടിച്ചാടി നടക്കുകയാണോ? അമ്മേ, എന്തമ്മേ? ആവൂ, ഇപ്പോഴെങ്കിലും എഴുന്നള്ളിയല്ലോ. ഞാൻ അടുക്കളയിലായിരുന്നു. ഏട്ടൻ വരുമ്പോഴേക്കും സദ്യവട്ടങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ അതിന് വേറെ കേൾക്കേണ്ടി വരില്ല. ഞാൻ സഹായിക്കാൻ ഒരുക്കിയുള്ളതാണെങ്കിൽ കരയിലും കാവിലും കളിച്ചു മതിച്ച് നടക്കല്ലേ. കുഞ്ഞു കുട്ടിയാണോ വിചാരം? അറിഞ്ഞോ സംഗതി? ഉണ്ണിമായുടെ കുട്ടിപ്രായൊക്കെ വിട്ടിരിക്കണു. നേരെ അമ്മ പറഞ്ഞേ, അല്ലാതെ പിന്നെ കളി പറയാ. നീ കുട്ടി അപ്പുറത്തേക്ക് കൊണ്ടുപോയി എണ്ണ പൊത്താനും കുഴമ്പ് തയ്ക്കാനും ഒക്കെ നോക്ക്. ഞാൻ തറ്റിനുള്ള കൂടി അവയെന്ന് എടുത്തോണ്ട് വരാം. ചെല്ല്. വാ മോളെ. അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക.
പാർവതി മുതുകില് നല്ലോണം എണ്ണ തേച്ച് പിടിപ്പിച്ചോളൂ. പാർവതി ഇവിടെ വരിക. വെയില് മൂക്കണതിന് മുമ്പ് ഇനി ഒരാഴ്ച കാച്ചി തന്നെ കുളിപ്പിച്ചോളൂ. നാൽപ്പാമരവും പ്ലാവിന്റെ ഇലയിട്ട് നല്ലോണം തിളപ്പിച്ച് കുളിപ്പിക്കണം. ശരി. അങ്ങോട്ട് ഒഴിക്കുക. ഇങ്ങോട്ട് കറി. മുത്തശ്ശി നല്ലോണം കുളിപ്പിക്കാട്ടോ.
തിരക്കിട്ട് എനിക്കാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇങ്ങോട്ട് വാരി തമ്പരാന് വെച്ചു കൊടുക്കടി. ഇതുകൊണ്ടൊന്നും തമ്പുരാനും മതിയാവില്ല. ഞാൻ പോയൊരു കുപ്പി കൂടി വാങ്ങിച്ചിട്ട് വരാം. ഞാൻ പോയിട്ട് വരുന്നവരെ ഇദ്ദേഹത്തിന് ഒരു കുറവും വരുത്തരുത്. പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഞാൻ ഗ്ലാസും കുപ്പിയും അകത്തേക്ക് എടുക്കാം. ഇങ്ങോട്ട് കേറി വന്നാട്ടെ. വരൂന്നേ. ഞാൻ ഓരോന്ന് ചിന്തിച്ചിങ്ങനെ. ഉണ്ണി അച്ഛനെ കുറിച്ച് ഓർത്തോണ്ടിരിക്കുക അല്ലേ? മോടെ വിശേഷം അറിഞ്ഞാ കിടന്ന് പിടയ്ക്കും. ഈ സമയത്ത് ഇവിടെ ഉണ്ടാവണമായിരുന്നു. എങ്കിൽ കാണാം പത്മനാഭൻ കാട്ടിക്കൂട്ടണ ഒരു അരങ്ങ്. സാരില്ല, മോള് വിഷമിക്കണ്ട. 3-4 മാസം കഴിഞ്ഞാ ലീവ് കിട്ടുമെന്നല്ലേ ഇന്നാള് വന്ന കത്തിൽ എഴുതിയിരിക്കണേ. അച്ഛന്റെ വക സമ്മാനമൊക്കെ നിനക്ക് കിട്ടായിരിക്കില്ല കേട്ടോ. മുത്തശ്ശി, എന്താ ഉണ്ണി? മുത്തശ്ശിക്ക് ഇവിടുത്തെ കാറ്റില് പാലപ്പൂവിന്റെ മണം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, മുല്ലയും പാലയും പൂക്കണ കാലമായിട്ടില്ലല്ലോ. എന്റെ അറിവില് ഇനിയുണ്ട് 3-4 മാസം. എന്നാ അതൊക്കെ തെറ്റാവും. മുത്തശ്ശിയുടെ ഈ പഴം കണക്കും നാളും കുറിയും ഒക്കെ നോക്കിട്ട് വേണ്ടേ പാലയും മുല്ലയും പൂക്കാൻ? ഉണ്ണിമായ കളിയാക്കണ്ട. കാലം എത്ര മാറിയാലും പഴയതെന്നും പഴയത് തന്നെയാ. കളിയാക്കിയതല്ല മുത്തശ്ശി, കുറെ നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഇവിടുത്തെ കാറ്റിന് പാലപ്പൂവിന്റെ മണം തന്നെയാ. മോള് ഇനി അധിക നേരം ഇവിടെ നിൽക്കണ്ട. പെൺകുട്ടികള് പ്രായമായ പിന്നെ രക്ഷസുകളും ഗന്ധർവന്മാരും രാത്രികാലങ്ങളിൽ തേടി അലഞ്ഞു നടക്കാറുണ്ടത്രേ. ഇന്ന് ഏതായാലും ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണ്ട. മറ്റില് ഭഗവതിയോടൊപ്പം വേറെ ചില കൂട്ടരും കുടിയിരിക്കുന്നതാ. വാ പോവാ. ഭഗവതി, രാമോ, എവിടെയായിരുന്നു നീ ഇത്രയും നേരം? ഈ വീട്ടിലൊരു വിശേഷം ഉണ്ടായിട്ട് അതിലൊന്നും കൂടാൻ നേരത്തിനും കാലത്തിനും നിന്നെ കിട്ടില്ലെന്ന് വെച്ചാ? എന്ത് വിശേഷം? വിശേഷോ? നിന്റെ മരുമകള് മുതിർന്ന ഒരു പെണ്ണാവണത് അമ്മാവന് വിശേഷമല്ലാന്നുണ്ടോ? ഞാൻ അത്താഴം എടുത്തു വെച്ചിട്ടുണ്ട്, ഏട്ടൻ ചെന്ന് കൈ കഴിക്കോളൂ. ഈ അമ്മയുടെ ഒരു കാര്യം കല്യാണം പോലും ചെയ്തിട്ടില്ലാത്ത ഏട്ടനോടാ തരേണ്ടതും തികഞ്ഞതും പറയണത്. ഇതാ അപ്പൊ നന്നായി.
എടി എന്നായാലും ഇതൊക്കെ അവന് അറിയേണ്ടത് തന്നെയല്ലേ. എന്നുവെച്ച് ദേ, നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. ആരോട് എന്ത് എപ്പോ എങ്ങനെ പറയണോന്നൊക്കെ ഈ ഉണ്ണില് വരച്ചിയർക്ക് നല്ല നിശ്ചയമുണ്ട് കേട്ടോ. ഓ ആ ഓ ഒരു മൈസൂരായിട്ട് വന്നിരിക്കുന്നു. ഹായ് ഹായ്, എന്താ ഈ കുട്ടി കാണിക്കണേ? ഈ സമയത്ത് ആരും മുടിമടയെ പിന്നിക്കെട്ടുക ഒന്നും ചെയ്യില്ല. തലയാകെ എണ്ണ പൊത്തി അങ്ങനെ വിടർത്തി അങ്ങ് ഇടുക, അല്ലെങ്കിൽ നെറുകെ കെട്ടി വെക്കുകയാവാം. എന്നാ പിന്നെ നേരം വെളുക്കുമ്പോഴേക്കും ഉണ്ണിമായെ ഉറുമ്പ് നിന്ന് തീർത്തിട്ടുണ്ടാവും. അന്ന് പറഞ്ഞ യക്ഷിക്കഥയില് വഴിയാത്രക്കാരന്റെ എല്ലും മുള്ളും കാലത്ത് പനഞ്ചോട്ടി കിടന്നില്ലേ, അതുപോലെ എന്റെ എല്ലും മുള്ളേ ബാക്കി കാണും. ഹായ് ഹായ്, അത് കഥയില്. പെൺകുട്ടികളായ നല്ലോണം എണ്ണയും മെഴുക്കും പെരുമാറിയാലേ കണ്ണിന് കുളിർമയും മുടി ഇതേ ഇതുവരെ ഉണ്ടാവൂ. ആ ആ യക്ഷിക്കഥയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്ന് രാത്രി രക്ഷസന്റെയും ഗന്ധർവന്റെയും കഥ പറഞ്ഞുതരാന്ന് ഏറ്റതല്ലേ മുത്തശ്ശി, മറന്നോ? ഉണ്ണി മിണ്ടാതെ ഒരിടത്തിരിക്കുന്നുണ്ടോ? ഉറങ്ങാൻ ഒരുങ്ങുമ്പോഴാ രക്ഷസിന്റെയും കൂളിയുടെയും കഥകൾ പറയല്. ദുസ്വപ്നം കണ്ടു പേടിക്കാൻ ബഹുവിശേഷായി. അതെന്താ, രക്ഷസും കൂളിയും ചീത്തയാണോ? ആണോന്നോ? എന്നാ ഗന്ധർവന്റെ കാര്യം അങ്ങനെയല്ല. ശുദ്ധിയും സൗന്ദര്യവും സ്നേഹമുള്ള പെൺകുട്ടികളെ കണ്ട് ഇഷ്ടപ്പെട്ട എന്നും പിന്നെ അവരെ കാണാൻ വരും. നല്ല പാട്ടുകൾ പാടിത്തരും, ലാളിച്ചും കൊഞ്ചിച്ചും. അങ്ങനെ നേരം വെളുക്കുവോളം അവര് നമ്മളെ സ്നേഹം കൊണ്ട് അങ്ങോട്ട് മൂടും. ഒരു കണക്കിന് ഗന്ധർവ കടാക്ഷം ഒരു പുണ്യം തന്നെയാ. മുത്തശ്ശി ഗന്ധർവനെ കണ്ടിട്ടുണ്ടോ? മുത്തശ്ശി ഗന്ധർവനെ കണ്ടിട്ടുണ്ടോന്ന്? എവിടെ? എല്ലാവർക്കും അങ്ങനെ ഗന്ധർവന്മാരെ കാണാൻ പറ്റില്ല. അവരാരുമായാണോ ഇഷ്ടം കൂടുന്നത് അവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. എന്നാ അവർക്ക് നമ്മളെല്ലാരെയും ഇങ്ങോട്ട് കാണാൻ കഴിയും. അല്ല, ഉണ്ണിക്ക് ഉറക്കം വരുന്നുണ്ട്, കിടന്നോളൂ. ഞാനിവിടെ ഒറ്റയ്ക്കാണോ കിടക്കുന്നത്? അതാണ് കീഴ്വഴക്കം. എന്താ മോളെ, പേടിയുണ്ടോ? എന്നാ കിടന്നോ. എന്താ പങ്കജ ഒരു ചുറ്റിക്കളി? ഭൂമി കറങ്ങുന്നുണ്ടോന്ന് ഞാനൊന്ന് നോക്കിയതാ. എവിടുന്ന് വരുന്നു? എവിടുന്നായാലും എന്താ? അല്ല, ഇപ്പൊ പത്രപരിപാടി ഇല്ലേ, കാണാനില്ല. ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി.
ഈ ചെറ്റ നാട്ടിലെ ആളുകൾക്ക് ലോകവാർത്ത അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണോ നിർത്തിയത്? ഒരു സ്വയം തൊഴിൽ പദ്ധതി ഞാൻ കണ്ടെത്തി. ഒരു പണക്കാരനാവാൻ അധിക നാൾ വേണ്ടി വരില്ല. നിങ്ങൾ നോക്കിക്കോ, ആ വാര്യരുടെ ഇല്ലം ഞാൻ വാങ്ങിക്കും. അവിടെ എന്റെ സ്വപ്ന റാണി ഉണ്ണിമാങ്ങയെ ഞാൻ രാജകുമാരിയെ പോലെ വാഴിക്കും. ഊതിയൊക്കെ കൊള്ളാം. അതിന് അവക്കിഷ്ടാണോ? ഞങ്ങൾ ഹൃദയങ്ങൾ കൈമാറി കഴിഞ്ഞു. വേണ്ടി വന്നാൽ ആരും അറിയാതെ ഞങ്ങൾ നാട് വിടും. ഓഹോ, അപ്പൊ തീരുമാനം അതുവരെ എത്തി. ഉണ്ണിമയുടെ അഭിപ്രായം എന്താ? ഒരു ഉറച്ച തീരുമാനത്തിലെത്താൻ ഉണ്ണിമായ പാടുപെടുകയാണ്. ഒരു ഭാഗത്ത് കുടുംബക്കാരോടുള്ള സ്നേഹം, മറുഭാഗത്ത് പങ്കനോടുള്ള പ്രേമം. പാവ ഉണ്ണിമായ. അല്ല, എന്റെ ഐശ്വര്യരായ പുറത്തെങ്ങും കാണുന്നില്ലല്ലോ. ആ ഊപ്പ വാര്യർ വീട്ടു തടങ്ങളിൽ വെച്ചിരിക്കായിരിക്കും. അതറിഞ്ഞില്ലേ? ഉണ്ണിമായ കുളിച്ചിരിക്കുക. അവൾ ഇതിനു മുമ്പ് കുളിക്കാറില്ലായിരുന്നോ? ഇതല്ല, പ്രായപൂർത്തിയായിന്ന് തെരഞ്ഞിരിക്കുക. ഓ, സെൻസസ്. വെരി ഗുഡ്. കാര്യങ്ങൾ മുറയ്ക്ക് നടക്കുന്നുണ്ടല്ലോ. നിങ്ങൾ അവളെ കാണണം. ഹൃദയം പൊട്ടി, ചങ്ക് കലങ്ങി ഈ പങ്കജാക്ഷൻ അന്തം വിട്ട് അലയുകയാണെന്ന് നിങ്ങൾ അവളോട് പറയണം. അത് വേണോ? വേണം, ഒന്നല്ല 9 വട്ടം തരണ്ടാലും ഭയപ്പെടാനില്ല. പങ്കനുണ്ടെന്ന് അവൾക്ക് ധൈര്യം കൊടുക്കണം. അവളെ ഒന്ന് കാണാൻ എന്താ വഴി? ആ വാര്യര് തടി കേടാക്കണോ? ആരൊക്കെ എതിർത്താലും പാര വെച്ചാലും ഉണ്ണിമായയുടെ തന്തപ്പട്ടാളമാണ്. ഉണ്ണൂലി തള്ളയാണേ സത്യം. ഈ പങ്കൻ ഉണ്ണിമായയുടെ കഴുത്തിൽ താലി കെട്ടും. അപ്പൊ ഞാൻ വരട്ടെ മധുമതി. അർച്ചനെ, ഈ പ്രണയ സന്ദേശം തോഴിയോട് പറയും. ഇരട്ടക്കുളം ഇരട്ടക്കുളം ആളിറങ്ങി വരൂ. ഇരട്ടക്കുളം എത്ര ആൾ ഇറങ്ങി വരൂ. വിലാസം സ്കൂളിലേക്കുള്ള വഴി. ഈ നാട്ടിലൊരു സ്കൂളേ ഉള്ളൂ. അങ്ങോട്ടുള്ള വഴി ഇത് തന്നെയാ. ഇത് നോക്കി എന്ന് നോക്കിയാലും ബലാത്സംഗം മാത്രമേ കാണാനുള്ളൂ. ഇത് കണ്ടോ? എക്സ്ക്യൂസ് മീ, എന്റെ പേര് മേനക. ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നതാ. ഹലോ, ഗ്ലാഡ് മീറ്റ് യു. ഐ എം പുരുഷോത്തമൻ. പുരുഷു, മേ ഐ ഹെൽപ്പ് യു? താങ്ക്സ്. ഒരു ഷൂന്റെ വർത്താനം കേട്ടാ തോന്നു ഒരു ഇംഗ്ലീഷ് ലെക്ചറാണ്. ഓരോരുത്ത പിയൂണാ. ഇരുത്തുന്നത് നോക്കണ്ട. പുരുഷു, മേനക ടീച്ചറെ കൂട്ടിക്കൊണ്ടുപോയി HM-ന്റെ മുറി ഒന്ന് കാണിച്ചു കൊടുക്കൂ. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. ഓപ്പൺ ചെല്ലുക. ഫോളോ മീ. എന്റെ മൊയ്തീൻ തങ്ങളെ, ഇരിക്കൂ. എവിടെ ടീച്ചറുടെ നാട്? എറണാകുളം. ആ, പിന്നെ ടീച്ചറെ, എനിക്ക് തങ്ങാൻ ഒരിടം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അയ്യോ, രാമൻകുട്ടി വാര്യർ വിചാരിച്ചല്ലേ ഈ നാട്ടിൽ വല്ലതും നടക്കൂ. നമ്മുടെ മാനേജറാ. ആ, നമ്മുടെ പ്യൂൺ പുരുഷു മൂപ്പരുടെ ഒരാളാണ്. അവൻ വിചാരിച്ച ഒഴിഞ്ഞു കിടക്കുന്ന അവരുടെ വീട് മേനക ടീച്ചർക്ക് തരപ്പെടുത്തി തരാൻ കഴിയും. ആവൂ, ആള് ഇവിടെ തന്നെയുണ്ട്. പുരുഷ ചെന്ന് ചോദിച്ചു നോക്ക്. ആ വീട് അവിടെ നെല്ലും കുരുമുളകൊക്കെ സൂക്ഷിച്ചിരിക്കുക. അറിയാൻ വാടകയ്ക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് പറഞ്ഞാ എങ്ങനെയാ? അതെന്റെ ഇഷ്ടമാണ്. ഞാൻ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറാ. എനിക്കൊരു വീട് അറേഞ്ച് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. പഠിപ്പിക്കുകയാണോ? പഠിപ്പിക്കലാണല്ലോ ടീച്ചറുടെ ജോലി. മിടിക്കുകയാണല്ലോ. മിടുക്കുള്ളത് കൊണ്ടാണല്ലോ പരീക്ഷ പാസ്സായതും ടീച്ചറായതും. കൊള്ളാവല്ലോ. ഏതായാലും ടീച്ചർ ആ വീട്ടിൽ തന്നെ താമസിച്ചു. വാടകയൊന്നും വേണമെന്നില്ല.
ടീച്ചറുടെ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണ്ട വാരത്തെ അടുപ്പ് പോകാൻ. അത് വേണ്ട. ആരുടെയും ഓശാരം സ്വീകരിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ. വീട് തന്നതിന് നന്ദി. വാടക എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. ഉം. സൗകര്യങ്ങളൊക്കെ കുറവാണ്. ടീച്ചർക്ക് വീട് ഇഷ്ടപ്പെട്ടോ? പിന്നെന്താ, അടുത്ത് നിങ്ങളുടെ തറവാടുള്ളത് കൊണ്ട് പേടിക്കാനൊന്നുമില്ല. എനിക്കിവിടെ ധൈര്യമായിട്ട് വിട്ടിട്ട് പോകാമല്ലോ. നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ. ഓ. ഒരു കുറവും വരില്ല. വീട്ടിലെ അമ്മയും പെങ്ങളും മരുമകളും ഒക്കെ ഉണ്ട്. ആ, എല്ലാരും ഉണ്ടല്ലോ കൂട്ടിന്. ഞാൻ എന്റെ മോളെ അങ്ങോട്ട് ഏൽപ്പിച്ചിട്ടാ പോകുന്നത്. ഭാരത്യാര് സ്വന്തം എന്ന പോലെ നോക്കിക്കൊള്ളണം. അത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് വേണോ? പുറമോടിക്ക് ഇത്തിരി പരിഷ്കാരം കൂടുന്നേ ഉള്ളൂ. ആള് പഞ്ചപാവാ. പരിഷ്കാരത്തോടൊന്നും എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ അതോടൊപ്പം പാരമ്പര്യം മറക്കരുതെന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് പെൺകുട്ടികള്. അത് നേരാ. കുട്ടിക്ക് വീട് ഇഷ്ടപ്പെട്ടോ? ആ എന്നാ പിന്നെ ഞാനിങ്ങോട്ട് ഇറങ്ങുക. പാര് വന്നാ പറയൂ. ആ പോട്ടെ മോളെ. ശരി അച്ഛാ. ടീച്ചർ വരൂ, നമുക്ക് അകത്തേക്ക് പോവാം. എന്റെ മോയിൻ മാഷെ കാണാൻ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞമ്മക്ക് പെരുത്ത് സന്തോഷായി ടീച്ചറെ. എനിക്കും. പെട്ടെന്ന് നിങ്ങൾ ലീവ് എടുത്ത് പോയപ്പോ ഞമ്മള് ബേജാറായി. ഞാനും ബേജാറായി. തന്നെ ഞമ്മക്കറിയാം നിങ്ങളെ കൽബിലി മോയനുണ്ടെന്ന്. വന്നുണ്ട് പുതിയ ടീച്ചർ. ഇതാരാ മാഷേ? ഇതാണ് കവിത, കവിത ടീച്ചർ. ഹലോ, ഐ മേനക, സയൻസ് ടീച്ചറാണ്. ഹലോ, ഞാൻ അറിഞ്ഞു പുതിയ ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന്. ലീവ് കഴിഞ്ഞ് വരില്ലെന്നാ ഇവിടെ മറ്റുള്ളവർ പറഞ്ഞത്. എന്താ വല്ല പ്രപ്പോസലും? ഒരുപാട് പേര് വന്നു, ഞാൻ വേണ്ടെന്ന് വെച്ചു. അതെന്താ? സമയം കളയരുത്. മേന ടീച്ചറെ, കവിത ടീച്ചർക്ക് ഞമ്മളെന്ന് വെച്ച ജീവനാ. ഞമ്മളെ ഇഷ്ടമാണ് ടീച്ചറുടെ ഇഷ്ടം. ഓ, അത് ശരി. അപ്പൊ മാഷ വിളിച്ചു വരുത്തിയതായിരിക്കും. ടീച്ചറെ, ഈ മോയം മനസ്സിൽ നിരീച്ചാ മതി, അത് ഞമ്മളെ മുന്നിലെത്തു. അതാ മനപ്പൊരുത്തം. ഈയിടെയായിട്ട് നിരക്കിൽ ഇത്തിരി കൂടുന്നുണ്ടെന്ന് മാത്രം അല്ലേ മാഷെ? അതെ, അല്ല, എന്താ ടീച്ചർ കൊള്ളിച്ചൊരു വർത്താനോ? നമ്മളത്രക്കാരനല്ല. ഇതൊക്കെ ഒരു പ്രിൻസിപ്പല്ലേ, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഏത്? അത് നേരാ. പിന്നെ ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. വരട്ടെ. ശരി. വെറും കുശുമ്പത്തിയാ. പേര് കേട്ടാ മേനക, പക്ഷേ സ്വഭാവം താടകേടതാ. നമ്മളിവളൊന്ന് വളയ്ക്കാൻ നോക്കി, ഞമ്മള് വീഴുവോ? വീഴരുത്, അവളുടെ നടപ്പത്ര ശരിയല്ല. സത്യോ, ഞമ്മള് തമ്മിലുള്ള ബന്ധം പടച്ചോ നിശ്ചയിച്ചതല്ലേ. നിങ്ങൾ വരി. മാഷിന്റെ ഒരു നോട്ടം. നമ്മൾ അങ്ങനെ താടല്ല ടീച്ചറെ, എനിക്ക് താണാ. ആ, പിന്നെ എനിക്കറിയില്ലേ ആളെ. ടീച്ചറെ, ഇങ്ങോട്ടായാലും വരുവോ? ആര് വരാനാ? മാഷിന്റെ ദേഹത്തിന് എന്തൊരു ചൂടാ. ടീച്ചർ അടുത്തിരുന്നിട്ടാ ചൂട്. വീശി തരണോ? വേണ്ട, ഈ ചൂട് മുഹമ്മത്തിന്റെ ചൂടാ. ഞമ്മക്ക് പേരിട്ടിഷ്ടാ. പിന്നെ മാഷിന്റെ ഫോട്ടോ ഞാൻ അനുജത്തിമാരെ കാണിച്ചു. എന്നിട്ട് എന്നിട്ട് സിനിമാ നടനെ പോലെ ഉണ്ടെന്നാ അവര് പറഞ്ഞത്. അഞ്ചത്തിമാർക്ക് പ്രായം എത്ര ഉണ്ട്? ഒരാൾക്ക് 18, അടുത്തയാൾക്ക് 17. പടച്ചോനെ, ഓല ഇങ്ങോട്ട് കൊണ്ടുവന്നൂടായിനോ? അവരെ കണ്ട മാഷ്ക്ക് എന്നോടുള്ള സ്നേഹം കുറയില്ലേ? അല്ലാന്ന്, ഓർക്ക് നമ്മള് അറബി ടീച്ചറിന്റെ പണി മേയി കൊടുക്കൂലേ? ഏത്? അവരെ ഞാൻ കൊണ്ടുവരാം. ആ, ഈ മാല പുതിയതാ, പുതിയതാ. എനിക്ക് ഇഷ്ടായി. ഇങ്ങനെ എടുത്തോ, നമ്മൾ ഇനിയും വാങ്ങിത്തരാം. ടീച്ചറെ, ഇന്ന് എന്ത് പറ്റി? ആകെ വാട്ടം പിടിച്ച പോലുണ്ടല്ലോ. ഒന്നുമില്ല. ആ ടീച്ചർ എങ്ങനെ? അയ്യേ, രാമേട്ടൻ ആ തൈക്കളയോടുള്ള കമ്പ ഇതുവരെ വിട്ടിട്ടില്ലേ? വിട്ടുകള. അതല്ലടാ, ആ പുതിയ ടീച്ചർ മേനക.
ശരിയാ. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഫിഗർ കണ്ടിട്ടില്ല. എന്താ അവളുടെ ആ നടത്തമുണ്ടല്ലോ, ആ ശബ്ദം. ഊർവശി, മേനക, രംഭ. ആ 4 പേര് കടത്തി വെട്ടിയ ചന്തല്ലേ മേനക ടീച്ചർക്ക് കൊടുത്തിരിക്കുന്നത്. എന്തൊരു ഭംഗി! ആ അമേരിക്കൻ അച്ചായനെ കുരുക്കിലാക്കിയ വിസ്കി ഉണ്ടല്ലോ, അത് എന്ത് വിസ്കിയാ? ആ മോണിക്ക വിസ്കി. അവളെ കടത്തി വെട്ടിയ ചന്തല്ലേ മേനക ടീച്ചർക്ക്. വെട്ടിത്തിളങ്ങുന്ന കണ്ണുകൾ, ഞാവൽപ്പഴം പോലുള്ള ചുണ്ടുകൾ, മാതളം പോലുള്ള കവിൾത്തടം, കറുത്തിരണ്ട് ഇടതൂർന്ന അല്ല ശങ്കരേട്ടാ, നിങ്ങൾ പുറത്തു പോണില്ലേ? എന്നാ വാ പുരുഷു, നമുക്ക് പോയിട്ട് വരാം. വേണ്ട ശങ്കര, നീ ഇരിക്കെ. അതെന്താ? വരി സാറേ. ഇന്ന് വേണ്ട, വാടാ നമുക്ക് പോവാം. കമലാക്ഷി, ഇത് നമുക്ക് കൈവിട്ട് പോവുന്ന എന്റെ പേടി. നമ്മളെവിടേക്ക് പോണേ? രാമോട്ടാ, രാമോട്ടാ, എന്താടാ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോ. ഞാൻ നിങ്ങളുടെ കൂടെ നടന്ന് നടന്ന് എന്റെ ലൈഫ് കംപ്ലീറ്റ് പോക്ക. അത് ശരി. രാമേട്ട, ഞാൻ ഇവിടെ നിക്കണോ പോണോ? ഇങ്ങോട്ട് ഇരിക്കടാ. രാമേട്ട, വാതില് മുട്ട് തുറക്കും. തുറക്കുന്നവരെ മുട്ട്, ഇല്ലെങ്കിൽ ഞാൻ മുട്ടും. വേണ്ടെങ്കിൽ രാമേട്ട മുട്ടിക്കും. ഞാൻ മുട്ടാടാ. മുട്ട് മുട്ട് തട്ടുകൻ തുറക്കപ്പെടും. ഇങ്ങനെ തട്ടി ആരാ തുറക്ക? ഞാൻ കാണിച്ചു തരാം. ഞാൻ മുട്ടി കാണിച്ചു തരാം. ഇല്ലെങ്കിൽ രാമേട്ട എന്റെ ചെള്ളക്കിട്ട് തന്നു. ആരാ മുട്ട്? എന്റെ അമ്മ ചതിച്ചു. ടീച്ചറെ, ടീച്ചറെ. വാര്യർ സാറിന്റെ ഈ നേരത്തെ അല്ല, ടീച്ചർക്ക് ഒറ്റയ്ക്കിടാൻ പേടിയുണ്ടെങ്കിൽ രാമൻകുട്ടി വരേന്നൊന്ന് വിളിച്ചാ മതി. ഞാൻ ഓടി ഇങ്ങെത്തും. ഒറ്റ ഓട്ടത്തിന് ഇവിടെ എത്തും. ആ, ഇത് പറയാനാണോ ഇത്ര ബുദ്ധിമുട്ടി ഈ അസമയത്ത് ഇവിടം വരെ വന്നത്? അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഞാൻ വാതിലടച്ചോട്ടെ? കാറ്റും വെളിച്ചൊന്നും കുഴപ്പമില്ല. കൊതുകടി ഉണ്ടോ? കൊതുകടി ഉണ്ടോ? മുത്തശ്ശി കിടന്നോട്ടെ, നീ പോയി കിടക്കാൻ നോക്ക്. അമ്മേ, ഈ മുത്തശ്ശിക്ക് എന്തുമാത്രം ഗന്ധർവം പാട്ടുകളും കഥകളും അറിയാന്നോ? കണക്കായി പോയി. അമ്മയെ ഇവിടെ ചീത്തയാക്കണേ. കണ്ട കെട്ടുകഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് പെണ്ണ് വല്ല വേണ്ടാദിനത്തിലും ചെന്ന് ചാടും. ഓ പിന്നെ, എന്റെ ഉണ്ണിമോളെ കട്ടോണ്ട് പോണത് മുത്തശ്ശിക്കൊന്ന് കാണണമല്ലോ. കട്ടുകൊണ്ടു പോവാൻ ഇനി വരട്ടെ, കാണിച്ചു കൊടുക്കാം. ഞാനൊന്ന് ചെറിയ ഇല്ലക്കുട്ടിയാണെന്ന വിചാരം. അങ്ങനെ അങ്ങ് ചോദിക്കും നീ. ചോദ്യം ഉത്തരവൊക്കെ ഇനി നാളെ ആവാം. പോയി കിടക്കാൻ നോക്ക്. രാമു വന്നു? ഏട്ടൻ ഊണ് കഴിച്ചു. പുറത്ത് കിടന്നോളാന്ന് പറഞ്ഞ് പായും വിരിയെടുത്ത് പോയിട്ടുണ്ട്. അതെന്താ, അകത്തെ ഫാനിന്റെ കാറ്റൊന്നും പോരെ നിന്റെ? അതൊന്നും എനിക്കറിഞ്ഞൂടാ. വാടി. നീ എന്താ ഇവിടെ? അതൊക്കെ പിന്നെ പറയാം. അമ്മേ നാരായണി. പാർവതി, ഇന്ന് ഉണ്ണിമായെ കുളിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ എന്താച്ചാ ചെയ്തോളൂ. ഏട്ടനോട് ഇന്നലെ ഇത്തിരി നാൽപ്പാമരം കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. കൊണ്ടുവന്നിട്ടുണ്ടോ ആവോ?
ചോദിക്കാൻ വിട്ടുപോയി. ആ ഉണ്ണിമായെ മേലേക്കാവില് കൊണ്ടുപോയി കാഴ്ചശീവേലി തൊഴിയിക്കണം. ദീർഘസുമംഗലി ഭാഗ്യത്തിന് ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കാൻ രാമുവിനോട് പറയണം. ദാ രാമു, രാമുവേ. കുഞ്ഞുനാൾ തൊട്ട് എന്നെ അറിയാവുന്ന നീ തന്നെ ഇങ്ങനെയൊക്കെ പറയണം. പിന്നെ ഞാൻ എങ്ങനെ പറയണം? പോലീസ് തേടിക്കൊണ്ടിരിക്കുന്ന നിന്നെ ഒളിപ്പിച്ചാലുണ്ടാവുന്ന പുലിവാല് നീ എന്താ ഓർക്കാത്തെ? സമ്മതിച്ചു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഞാനിപ്പോ എവിടെ പോകാനാ? നീ കുഞ്ഞികൃഷ്ണൻ നായരുടെ മോളും ഞാൻ അയാളുടെ പെങ്ങളുടെ മകനുമാണ്. നീ അത് മറക്കണ്ട. ഞാൻ ഒരു പെണ്ണ, ഒരു ടീച്ചറും കൂടിയാ. എന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒന്നിനും കൂട്ടു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന വണ്ടി തന്നെ വാങ്ങാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? തൽക്കാലം കുറച്ച് റിസ്ക് എടുത്തേ പറ്റൂ. ഒരാഴ്ചക്കകം ജാമ്യം കിട്ടാതിരിക്കില്ല. അതുവരെയെങ്കിലും ഞാൻ ഇവിടെ നിന്നേ മതിയാവും. ഒരു കാര്യം, ജാമ്യം കിട്ടുന്നത് വരെ മാത്രമേ ഞാൻ നിന്നെ സഹിക്കൂ. देखो तेरी ना 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 तन ना 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 ता ना ना ना. ഹലോ, ഇന്നലെ വീട്ടിൽ വന്നിട്ട് എന്താ മാറിക്കളഞ്ഞേ? വീട്ടിലോ? ഞാനോ? അപ്പൊ ഈ നാട്ടിൽ വേറെ പുരുഷുണ്ടോ? ഞാൻ ആ സമയത്ത് സെക്കൻഡ് ഷോ കണ്ടോണ്ടിരിക്കായിരുന്നു. സഹപ്രവർത്തകർ വീട്ടിൽ വന്നാൽ സ്വീകരിക്കാനുള്ള മര്യാദയൊന്നും അറിയില്ലെന്നാണ് വിചാരിച്ചത്. ഇത് ശരിയല്ല കേട്ടോ. അത് പിന്നെ ഒന്നും പറയണ്ട. കള്ളു കുടിച്ച് കണ്ടവരെയും കൊണ്ട് എന്റെ വീട്ടിൽ കയറി വന്നോണ്ടല്ലോ, പറഞ്ഞേക്കാം. പിന്നെ സ്വന്തം വീടാണെന്നാ ശരി, നിന്റെ തമ്പുരാനോടത് പറഞ്ഞേക്ക്. പാർവതി, ഇനിയും കഴിഞ്ഞില്ലേ നിന്റെ തേച്ചുമിനുക്ക്? കുട്ടി കുളിച്ചു വരാറായി. കഴിയാറായമ്മേ, ഇതാ വരുന്നു. ആ വരിക. അതെടുത്തോളൂ. തൊഴുതോളൂ കുട്ടിയെ. ദാ, മേനക ടീച്ചറെ, സ്കൂളിൽ നിന്ന് വരുന്ന വഴിയാവും അല്ലേ? ഞാൻ ടീച്ചറെ ഒന്ന് കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ കാര്യം? നീ പുരുഷനൊന്ന് വിരട്ടിയെന്ന് കേട്ടല്ലോ. ആരെയും മിരട്ടാനും ഞാൻ ആളല്ല. നീ വിരട്ടിയാലും ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കൂല. ഈ നാട്ടിൽ രാമൻകുട്ടി വാര്യ പറയുന്ന ന്യായം. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ചെയ്യും. ആരാ ചോദിക്കാൻ വരുന്നത് കാണാലോ. ഭീഷണിയാണോ? എങ്ങനെ വേണമെങ്കിലും കണക്കാക്കിക്കോ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ആ ടീച്ചർ ചെല്ലേ.
എടി ഉണ്ണിമായെ, നീ കാവി പോന്നെങ്കിൽ വെയിൽ മൂക്കുന്നതിന് മുമ്പ് വേഗം പോയിട്ട് വാ. മാല തീരെ ചെറുതായി പോയെന്ന് എനിക്കെന്നെ അറിയാട്ടോ. ഇന്നൊരു ദിവസത്തേക്ക് ക്ഷമിച്ചോളൂ. പൂ പറിക്കാൻ സമയം കിട്ടാഞ്ഞിട്ടല്ലേ? നാളെ വലിയ മാല കൊണ്ടുവന്ന് തരുന്നുണ്ട്, പോരെ? എന്താ ഒന്നും മിണ്ടാത്ത കള്ളക്കണ്ണ? ഇതെന്നും മരുമായ കൃഷ്ണ. കൃഷ്ണ, നിന്റെ ഓരോ ലീലാവിലാസങ്ങള്. നേരെ പറ കൃഷ്ണ, ഇത് നിന്റെ വിദ്യയാണോ അതോ ഇന്നാള് വന്നെന്നെ ഉമ്മ വെച്ചുണർത്തിയ ഗന്ധർവനോ മറ്റോ കൊണ്ടുവന്നിട്ടതാണോ? പറ കൃഷ്ണ, പറ. ദേ ഉണ്ണിമായ പിണങ്ങും. ഉണ്ണിമായേ, 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 ഇത് ഞാനാ, ഗന്ധർവൻ. എന്റെ ഗന്ധർവ, അങ്ങ് എവിടെയാണ്? എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോൾ കാണാൻ പറ്റില്ല. അതെന്താ? എന്നെ ഇഷ്ടമായല്ലോ ഗന്ധർവന്. അതുകൊണ്ടല്ല. പിന്നെ ഇഷ്ടമുള്ളവർക്ക് ഗന്ധർവനെ കാണാൻ പറ്റുന്ന മുത്തശ്ശി പറഞ്ഞല്ലോ. ഉണ്ണിമായേ, ഗന്ധർവൻ പുറത്തിറങ്ങി നടക്കേണ്ടതിന് ഒരു പരിധിയുണ്ട്. ഇപ്പൊ എനിക്ക് പോകാൻ സമയമായി. അങ്ങ് പോയോ ഗന്ധർവ? എന്താടി തൊഴിൽ കഴിഞ്ഞില്ലേ? നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് അവിടെ ഇവിടെ കറങ്ങി നടക്കരുതെന്ന്. നടക്ക്. ഓഹോ, ഊര് ചുറ്റി നടക്കാൻ തുടങ്ങിയോ? അത് ഞാൻ ചുമ്മാരുന്ന് മുഷിഞ്ഞപ്പോ ഒന്ന് വെറുതെ. അല്ല, എന്നെ കുറിച്ച് നീ എന്താ മനസ്സിലാക്കിയത്? അതെ, ആവശ്യമില്ലാതെ ടെൻഷൻ എടുക്കാൻ എനിക്ക് വയ്യ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മനസ്സമാധാനത്തോടെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. ഞാൻ രവിയെ വിളിച്ചിരുന്നു. അഡ്വക്കേറ്റ് KMC കുറുപ്പ് ഡൽഹിയിൽ നിന്ന് വന്നാലുടൻ എന്റെ ജാമ്യം ശരിയാവും. അതുവരെ ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കും. ആ വാര്യരുടെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ? ഏതായാലും നിന്റെ ജാമ്യം കിട്ടുന്നത് വരെ വാര്യര് നീ ഇവിടെയുള്ള കാര്യം അറിയാതെ നോക്കണം. ശരി. ഒന്ന് തെളിച്ചു പറമണ്ണേ, എനിക്ക് അങ്ങോട്ട് പിടി കിട്ടണില്ല. അതേന്നെ ഞാൻ കണ്ടു. ദേ ഈ കണ്ണുകൊണ്ട് കണ്ടു. ഗന്ധർവൻ തന്നെയാ. മുത്തശ്ശി പറഞ്ഞ എല്ലാ അടയാളവും ഉണ്ട്. തിളങ്ങുന്ന കണ്ണ്, നീണ്ട മൂക്ക്, നിലാവുദിച്ച പോലെ ചിരി, ഒക്കെ എന്ത് രസാ. എന്നിട്ട് നീ ഗന്ധർവനെ തൊട്ടോ? തൊട്ടോ? ഇല്ല. എന്നിട്ട് ഗന്ധർവൻ നിന്നെ ഒന്നും ചെയ്തില്ല? ഞാൻ ഒച്ച കേട്ടോളൂ, ആളെ കണ്ടില്ല. പക്ഷെ നീ കാണും. എന്നത്തേടെ വരുന്നെന്ന് ഉറപ്പാ. പിന്നെ നീ കണ്ടു എന്ന് പറഞ്ഞത് നിന്നെ വേറെ ആരെങ്കിലും പറ്റിച്ചായിരിക്കും. നീ എവിടുന്ന ഒച്ച കേട്ടത്? കാവ്യന്ന് മാല ചാർത്തിയത് ശരിയായില്ല എന്ന് ഓർത്ത് നിൽക്കുമ്പോഴാ ഉണ്ണിമായെന്ന് വിളിയേട്ടത്. നല്ലൊരു പൂമാല ആകാശത്തിന് വന്ന് വീണു. ഞാൻ ചുറ്റും പരുതേതാ, പക്ഷെ മറിഞ്ഞു നിൽക്കല്ലേ. കാണാൻ എന്താ വഴിയെന്ന് ആലോചിക്കുന്ന. ഗന്ധർവന്റെ ഒച്ച കേട്ടപ്പോ പൂവിന്റെ മണം ഉണ്ടായിരുന്നോ? നല്ല മണം ഉണ്ടായിരുന്നു. പാലപ്പൂന്റെയും അന്തിമുലയുടെ ഒക്കെ കടുത്ത മണം. ഞാനങ്ങ് മയങ്ങിപ്പോയി. ആകാശ ഗന്ധർവനാ ഉറപ്പാ. ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ പുറകെന്ന് ഒരിക്കലും പോവില്ല. സത്യസന്ധരായ കന്യകളോട് ഗന്ധർവന് പ്രേമം ഉണ്ടാവുമെന്ന് മുത്തശ്ശി പറഞ്ഞത്. ഈശ്വര, എന്റെ ഉണ്ണിമായ ഗന്ധർവൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. മുത്തശ്ശി പിന്നെ എന്തൊക്കെ പറഞ്ഞു? ഇഷ്ടം തോന്നിയ പെണ്ണിന്റെ മനസ്സിളക്കാൻ വേണ്ടിയാ സുഗന്ധം പരത്തിക്കൊണ്ട് ദേവലോകത്തിന്ന് ഭൂമിയിലേക്ക് വരുന്നത്. ആരും കാണില്ല, ശബ്ദവും കേട്ടില്ല. എവിടെ പോയി എന്റെ പുറകെ കൂടിയിരിക്കുന്ന. നിന്നെ വിളിച്ചാ നീ പോവോ? ഗന്ധർവൻ മോഹിച്ച പെണ്ണ് ഗന്ധർവനുള്ളതാ. ഗന്ധർവനെ കല്യാണം കഴിക്കാൻ പറ്റുമോ? എന്തായി പറയുന്നത്? ഗന്ധർവന്റെ സ്വന്തമായില്ല ഞാന്. ഒടുക്ക നീയും അപ്സരസാവും. അതെ, എന്റെ ചന്തം കണ്ട് ഗന്ധർവകുമാരൻ മയങ്ങില്ലേ? എന്നെ തേടി വരുന്നില്ലേ? മനുഷ്യര് നീചജാതികളാ. ഗന്ധർവന്മാരെന്ന് പറഞ്ഞ ദേവന്മാരാ. ഇനി ഒരുങ്ങിയിട്ടില്ലേ നീ? ഉണ്ണിമായേ, കൊറേ നേരായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റി നിനക്ക്?
വേദനയുണ്ടോ? എന്നാ ചെന്ന് വേഗം ഒരുങ്ങാൻ നോക്ക്. ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചെത്തേണ്ടതല്ലേ? ആഹാ, മുത്തശ്ശി മോൾ ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന മട്ടുണ്ടല്ലോ കണ്ടിട്ട്. ഞങ്ങൾ ഇവളുടെ അച്ഛന്റെ വീട് വരെ ഒന്ന് പോയി. ഇവളുടെ വിശേഷങ്ങളൊക്കെ ടീച്ചർക്ക് അറിയാലോ അല്ലേ? ആ വകയില് നല്ലൊരു സമ്മാനം തരണമെന്നുണ്ട്. ഉണ്ണിമായ്ക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട ടീച്ചറെ. അതെ, മുത്തശ്ശി മോളും ഈ ടീച്ചർ വിളിയൊന്ന് നിർത്താൻ എന്ത് തരണം? വീട്ടിലേക്ക് വരുന്നോ? ഇരുട്ടായി, പിന്നൊരു ദിവസം വരുന്നുണ്ട്. പോട്ടെ. ഞാൻ നാളെ തന്നെ വരുന്നുണ്ട്. വെരി ഗുഡ്. ഉണ്ണിമായെ, ഉണ്ണിമായെ, ഉണ്ണിമായേ. മോളെ ഉണ്ണിമായേ, നീ അവിടെ എന്തെടുക്കുക? വാ. ശരീരം മൊത്തം സ്വർഗത്തിൽ പോയാലും മാഷ്ട കണ്ണ് നരകത്തിൽ തന്നെ പോകും, അത് ഉറപ്പാ. മാഷോടുള്ള ബഹുമാനക്കുറവ് കൊണ്ട് പറയാനും വിചാരിക്കും. ധാരാളം പറഞ്ഞോ. ഇങ്ങനെ പോലത്തെ അസൂയുള്ള ഒരു മനുഷ്യൻ ഈ സ്കൂളിൽ ഉണ്ടാവൂല. അല്ലെങ്കിലും വിവരക്കേടിന് ജ്ഞാനപീഠം കൊടുക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ. ഓ, നീ വെച്ചൊരു വക്കീല്. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു ആർത്തിപ്പണ്ടാട്ടിനെ ഞാൻ കണ്ടിട്ടില്ല. എന്താ മുടിഞ്ഞ തീറ്റയാണോ? എണ്ണ സഹിക്കായിരുന്നു. 2 കുപ്പി ഫുള്ളും, അതിനു പുറമെ കാശും. നിങ്ങളോട് അയാൾ കാശ് വാങ്ങിച്ചോ? പിന്നില്ലാതെ സ്വന്തം അപ്പന്റെ കേസാണെങ്കിലും വക്കീല് ഫീസ് തപ്പും മോനെ. റുപ്യ 2000 വീശിയത്. 2000. അതും എങ്ങനെ കാശുണ്ടാക്കുന്ന അറിയോ? നിങ്ങളൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടിയല്ലേ? ഞാൻ അവിടെ വരുമ്പോ കാശ് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. നീ സെന്റിമെന്റ്സ് ഒന്നും പറയല്ലേ. അപ്പോഴേ ഞാൻ പറഞ്ഞതാ ആ വണ്ടി വാങ്ങണ്ട. അപ്പോ നല്ല നമ്പറാ, ഐശ്വര്യമുള്ള വണ്ടിയെ. എന്തൊക്കെയായിരുന്നു നിന്റെ മഹത്വങ്ങള്. ഇപ്പൊ എന്തായി? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. മേലിൽ ഇത്തരം ഭക്ഷണ ഏർപ്പാടുകൾക്ക് പോകുമ്പോ ഞങ്ങളോടൊക്കെ ഒന്ന് ആലോചിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ചില കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ആലോചിക്കാനുണ്ട്. അതാ ഇവിടെ വെച്ചാകാമെന്ന് കരുതിയത്. എന്താണ് ഇവിടെ നീ കുർത്തിക്കടവിൽ ഒപ്പിച്ചോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ആ മതി നിന്റെ അജ്ഞാതവാസം. നമുക്ക് ഒന്നിച്ചങ്ങ് പോകാം. അതിപ്പോ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. വെറുതെ ഞാൻ പറയരുത്. നിന്നെ കെട്ടിയെടുക്കാനാ ഞങ്ങൾ വന്നത്. മര്യാദയ്ക്ക് വന്നോ. നിങ്ങൾ കരുതുന്ന പോലെ അല്ല കാര്യം. ഇവിടെ എനിക്ക് മറക്കാനാവാത്ത ഒരു മുഖം ഞാൻ കണ്ടു. ആ നിഷ്കളങ്കത, കണ്ണ്, മൂക്ക്, പുഞ്ചിരി, മുജ്ജന്മ ബന്ധം പോലെ ഒരു മാലാകപ്പെണ്ണ് ഉണ്ണിമായ. മോനെ അപ്പു, ഇടങ്ങേറുണ്ടാക്കല്ലേ. ആ മേനകെട്ടിച്ചത് നിന്റെ കസിന വെറും പാവം. അതിന്റെ കൂടെ നിന്ന് അവരുടെ ജീവിതം കൊളാക്കല്ലേ. അവളൊരു മാലാകയുണ്ടാ ഉണ്ണിമായ. ഉണ്ണിമായ ആ പേരിലൊരു സുഖം ഉണ്ടല്ലോടാ. തൊട്ടാ പൊട്ടുന്ന കിളുന്താ അല്ലേ? അതെ, വിടരാൻ വെമ്പുന്ന മുട്ട്. കൊടലിയ കൈ. നീ ഇവിടെ തന്നെ നിന്നോ. നീ നമ്മളെ കാര്യമായിട്ടല്ലോ. കാര്യമായിട്ടൊന്നുമില്ല. എന്നെ അവൾ ഗന്ധർവനായിട്ടാ കാണുന്നത്. ഗന്ധർവനോ? നീയോ? ആ, ഇതിലെന്തോ പെശകുണ്ട്. ഒന്നുകിൽ അവക്ക് വട്ട, അല്ലെങ്കിൽ അവൾ നിന്നെ വട്ടാക്കി. ഞാൻ പറഞ്ഞ സത്യ. അവൾ എന്നെ ദേവ, ഗന്ധർവ എന്നൊക്കെയാ വിളിക്കുന്നത്. ആ കണ്ണിലെ തിളക്കം, ഭാവമൊക്കെ കാണുമ്പോ ഞാൻ തന്നെ അറിയാതെ ഗന്ധർവനായി പോകുന്നോന്നൊരു സംശയം. എന്താണ് ഈ കേൾക്കുന്നത്? ഒരു വലിയ ചവിട്ട് കാണും പോലെ. മോനെ തടി സൂക്ഷിക്കണം. അതൊക്കെ പറയും. ഓക്കെ. ഒളിഞ്ഞു മറിഞ്ഞ് ഗന്ധർവനായിട്ടൊന്നും കാര്യമില്ല. ഗന്ധർവന്റെ കെറ്റപ്പിൽ തന്നെ പോടാ, കാര്യം നടക്കും. ഉണ്ണിമായി, ഇപ്പോഴെങ്ങനെ? ഒരു അസൽ ഗന്ധർവനെ പോലെ തന്നെ ഇല്ലേ?
ഈശ്വരൻ കടാക്ഷിക്കണം. ഉണ്ണിമായേ, 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 ഇത് ഞാനാ, ഗന്ധർവൻ. ദേവാ, അങ്ങ് എവിടെയാണ്? എന്റെ മുമ്പിൽ വരില്ലേ? എനിക്ക് അങ്ങേ കാണാൻ കഴിയില്ലേ? ഉണ്ണിമായേ, ഇതാ ഇവിടെയാണ്. എന്തിനാണ് ഈ അമ്പരപ്പ്? ഇനി അടുത്തു വരൂ. അത് ഇവരൊക്കെ ആരാണ് ദേവാ? എനിക്ക് ഇവരെ കണ്ടിട്ട് പേടിയാകുന്നു. ഇവർ ദേവലോകത്തെ അപ്സരസുകളാണ്, ദേവനർത്തകികൾ. ഭയപ്പെടണ്ട, മാലാകമാരെ പോലെ നിഷ്കളങ്കരാണിവർ. ദേവാ, ഇവര് പറഞ്ഞു വിടൂ. അങ്ങയോടൊപ്പം മറ്റു സ്ത്രീകൾ നിൽക്കുന്നത് എനിക്ക് സഹിക്കില്ല. പോകാൻ പറയൂ. അവരെവിടെ? അവരെല്ലാം പോയി കഴിഞ്ഞു. ഇതുപോലെ അങ്ങ് എന്നെ വിട്ടു പോകുമോ? ഇല്ല, അപ്സരസുകൾ തോൽക്കുന്ന ഈ സൗന്ദര്യം ഇന്ദ്രദേവന്റെ പോലും മനസ്സിളക്കും. ഉണ്ണിമായിയെ സ്വന്തമാക്കാനാണ് ഞാൻ വന്നത്. ഞാനിപ്പോൾ ശരിക്കും ഗന്ധർവ ലോകത്തിലാണ്. പൂക്കളുടെ സുഗന്ധം, സ്വർഗീയ സംഗീതം എല്ലാം ഞാൻ അനുഭവിക്കുന്നു. ഇങ്ങടുത്ത് വരൂ. ഞാൻ എന്റെ ദേവനെ തൊട്ടോട്ടെ? അതിനെന്താ, ഞാനിപ്പോൾ ഉണ്ണിമായിയുടെ സ്വന്തമല്ലേ. ഉണ്ണിമായെ, മുത്തശ്ശി പറഞ്ഞതുപോലെ എനിക്കെല്ലാം കാണാം, തൊടാം. ഈ ശരീരത്തിലെ ചൂട്, ഈ കണ്ണുകൾ, ചുണ്ട്, മൂക്ക്, ആടാഭരണങ്ങൾ എല്ലാ യാഥാർത്ഥ്യങ്ങളാണ്. അങ്ങയുടെ ദേവനാണ്, ഗന്ധർവ രാജകുമാരൻ എന്നെ
വിട്ടു പോവല്ലേ. എനിക്കെപ്പോഴും ഉണ്ണിമായെ കാണണം, ഈ സ്നേഹം അനുഭവിക്കണം. പക്ഷേ എന്താണ് പറയാൻ വന്നത്? അങ്ങക്ക് എപ്പോ വേണമെങ്കിലും എന്റെ അടുത്ത് വരാമല്ലോ. വരാം. ഈ വേഷമാണ് പ്രശ്നം. ഗന്ധർവനായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഉണ്ണിമായെ കാണാൻ ശ്രമിച്ചാൽ അത് കുഴപ്പമാകും. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പല വേഷങ്ങളിൽ പല സമയങ്ങളിൽ ഉണ്ണിമായെ കാണാൻ വരാം. അങ്ങനെ വന്നാ മതി. ഈ സ്നേഹം നുകർന്ന് ഞാനൊരു സ്വർഗലോകം തീർക്കും. അവിടെ എന്റെ അരികിൽ മഹാറാണിയായി ഉണ്ണിമായ എന്നും ഉണ്ടാകും. ദേവാ, അപ്പോഴേ ഞാൻ പറഞ്ഞതാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലേക്കേറ്റി വെക്കരുതെന്ന്. നീ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്താ? പിന്നെ ആ കുട്ടിയാണ് തെറ്റുകാരി. നിനക്ക് അസൂയയാണ്, ഒരുതരം ചീപ്പ് ഈഗോ. അപ്പോ നീ അവളെ ചതിക്കാതിരുന്നാ മതി. ഞാനതിന് ഉണ്ണിമായെ ചതിച്ചിട്ടില്ല. ചതിച്ചതിന് തുല്യല്ലേ അത്? ആ കുട്ടിയുടെ മനസ്സിലാക്കി നീ അവളുടെ ഉള്ളിൽ ഗന്ധർവനായി മാറി. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി ഞാൻ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിച്ചു എന്നത് ശരിയാണ്. ഗന്ധർവനെ അല്ലാതെ ഈ അപ്പൂനെ അവൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി. എടാ, ഗന്ധർവ സങ്കല്പത്തിനപ്പുറം ആ കുട്ടിക്ക് ഇനി പോകാൻ കഴിയുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി നീ അപ്പുവാണെന്ന സത്യം മനസ്സിലായാൽ ചിലപ്പോ ആ കുട്ടിക്ക് മെന്റൽ ഷോക്ക് ആവാൻ സാധ്യതയുണ്ട്. അവളുടെ ജീവിതം തന്നെ തരാലായെന്ന് വരാം. ഇനി ഞാൻ എന്ത് ചെയ്യും രവി? ഉണ്ണിമായക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് താങ്ങാനാവില്ല. ഇനി നീ ഗന്ധർവനായി തന്നെ അഭിനയിച്ചു. അതാ കറക്റ്റ്. നീ അപ്പുവാണെന്ന് അറിയുന്നവരെ അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കടാ. അപ്പോ ഇനി എല്ലാം അപ്പുവിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഉണ്ണിമായെ, ഉണ്ണിമായെ, ഉണ്ണിമായെ. എന്റെ ദേവാ, അഴകേ നിൻ മലർമിഴികളിലെന്തേ ഉലകം നെയ്തൊരു കുളിര്. അഴകേ നിൻ മലർമിഴികളിലെന്തേ ഉലകം നെയ്തൊരു കുളിര്. രാസനിലാവിൻ മാറിൽ ചേരും രാവിന്റെ രോമാഞ്ചഭാവം. ഉണരാം പ്രിയമാനസമാം മധുരം നുകരാം നിൻ കവിളിൽ വിരിയും ചെണ്ടുമല്ലിപ്പൂനുള്ളാം ഞാൻ. അഴകേ നിൻ മലർമിഴികളിലെന്തേ ഉലകം നെയ്തൊരു കുളിര്.
കാണാത്തിരം തേടും ഈ സുഖരാവോരം സ്നേഹാർദ്ര നിമിഷങ്ങൾ നേരുവതെന്താവാം എന്താവാം അഴകേ നിൻ മലർമിഴികളിലെന്തേ ഉലകം നെയ്തൊരു കുളിര് മണിനാഗത്തിരമേളക്കാവിൽ മഴ പെയ്യുന്നൊരു താളം ഇടനെഞ്ചിൽ ഇണമൂടും പാട്ടിൽ അതിശയ സംഗീതരാഗം മണിനാഗത്തിരമേളക്കാവിൽ മഴ പെയ്യുന്നൊരു താളം ഇടനെഞ്ചിൽ ഇണമൂടും പാട്ടിൽ അതിശയ സംഗീതരാഗം കാണാത്തീരം തേടി നടക്കും കുഞ്ഞുകിനാക്കിളിയേ രതിമന്മഥലയ ഭാവ സംഗമ സായുജ്യം സായുജ്യം അഴകേ നിൻ മലർമിഴികളിലെന്തേ ഉലകം നെയ്തൊരു കുളിര് അഴകേ നിൻ മലർമിഴികളിലെന്തേ ഉലകം നെയ്തൊരു കുളിര് രാസനിലാവിൻ മാറിൽ ചേരും രാവിന്റെ രോമാഞ്ചഭാവം ഉണരാം പ്രിയമാനസമാ മധുരം നുകരാം നിൻ കവിളിൽ വിരിയും ചെണ്ടുമല്ലിപ്പൂനുള്ളാം ഞാൻ അഴകേ നിൻ മലർമിഴികളിലെന്തേ ഉലകം നെയ്തൊരു കുളിര് എടി ഉണ്ണിമായേ ഇനി എണീറ്റില്ലേ നീ? ദാ വരുന്നമ്മേ. തമ്പുരാട്ടിയുടെ പള്ളിയിറക്കം കഴിഞ്ഞെങ്കി ഒന്ന് അടുക്കളയിലോട്ട് ചെല്ല്. അമ്മാവൻ ഉണരുന്നതിന് മുമ്പേ വല്ലതും വെച്ചുണ്ടാക്കേണ്ടതാ. ഇതാ വന്നുള്ളൂ ഞാൻ. അമ്മ പിന്നെ എന്തിനാ നൊടീന? നിന്റെ ചുണ്ടിന് എന്ത് പറ്റിയടി? മുറിഞ്ഞ് ചോര പൊടിഞ്ഞിരിക്കുന്നല്ലോ. ഓ അതോ, അത് ഇന്നലെ രാത്രി ഒരു കട്ടുറുമ്പ് കടിച്ചതാ. രാത്രി കണ്ടമാനം മാത്രം വാരി വലിച്ചു തിന്നും. കിടക്കുന്നതിന് മുമ്പ് നിനക്കൊന്ന് പല്ല് വെച്ചൂടെ? അല്ല ഇന്നെന്താ സ്കൂളിൽ പോകുന്നില്ലേ? വക്കീലിനെ കണ്ടു ഉടനെ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി നീ എവിടെ പോയിരുന്നു? അത് പിന്നെ വക്കീലിനെ കാണാൻ പോയിട്ട് വരുന്ന വഴി എന്റെ കൂട്ടുകാരൻ രവിയുടെ വീട് വരെ ഒന്ന് പോയി. എന്നിട്ട് ജാമ്യം കിട്ടിയോ? ഇല്ല, വക്കീൽ ഇപ്പോഴും ഡൽഹി തന്നെയാ. എത്തിയാലുടൻ. വക്കീൽ എന്താ ചീഫ് ജസ്റ്റിസോ അഡ്വക്കേറ്റ് ജനറലോ ആവാൻ പോയതാണോ? എന്താ പരിഹസിക്കാണോ? അല്ല, ഈ ജാമ്യം എന്ന് പറഞ്ഞ എടുത്ത പൊങ്ങാത്ത വല്ലതുമാണോ? വക്കീൽ ഡൽഹിയിൽ നിന്ന് വരുവോ വരാതിരിക്കോ അതൊന്നും എനിക്കറിയണ്ട. ഏതായാലും ഞാൻ ഒരാഴ്ച കൂടി സമയം തരും. അത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ മേനകയുടെ വിധം മാറും. അല്ല, ശങ്കരനൊന്ന് ഉണങ്ങിയിട്ടുണ്ടല്ലേ? കയറി ഇരുന്നാട്ടെ മാഷെ. ഇരിക്കാനൊന്നും നേരമില്ല. അതേ, നമ്മളെ സ്കൂൾ മാനേജർ ഉണ്ടല്ലോ, നമ്മളെ സ്കൂൾ മാനേജർ ഒന്ന് കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. ഭാര്യ ചെന്നപ്പോ അവിടെ ഇല്ല. എന്നാ ഇവിടെ എവിടെങ്കിലും ഉണ്ടോന്നൊന്ന് നോക്കിയിട്ട് പോകാന്ന് വെച്ചാ നമ്മള് വന്നത്. എന്തേ? വാര്യര് തമ്പുരാൻ ഇപ്പോഴും ഇങ്ങോട്ടും വരാറില്ല. പുരുഷൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. അല്ല, ആരാ ഇത്? മൊയിൻ മാഷോ?
ഇങ്ങോട്ടൊക്കെ വഴി അറിയോ? വഴി മറന്നിട്ടല്ല, ഉള്ള കാര്യം പറയാലോ. ഭാര്യർ ഇവിടെ എങ്ങാനും ഉണ്ടാവൂന്ന് പേടിച്ചിട്ടാ. അല്ല മനുഷ്യ, നിങ്ങളല്ലേ നേരത്തെ ബീഡി തീർന്നു എന്ന് പറഞ്ഞത്? എന്നിട്ടെന്താ പോകുന്നില്ലേ? അതിന് കാശ് വേണ്ടേ കമലാക്ഷി? ബീഡിക്കൊക്കെ ഇപ്പൊ എന്താ വില? അത് മാഷ് തരുന്നേ. പിന്നല്ലാതെ ശങ്കരൻ വേണമെങ്കിലേ പോയിട്ട് വീടി കമ്പനി എന്നെ വിലക്ക് വാങ്ങിച്ചു. ഒരു ഗാന്ധി നോട്ട് കണ്ടിട്ട് എത്ര ദിവസമായി. വരാ. ആ വരൂ മാഷേ. ഹോ, ഈ മാഷിന്റെ ഒരു നാണം. പോയി. ഉണ്ണിമായി, ഉണ്ണിമായി, എവിടെയായിരുന്നു ഇതുവരെ? എനിക്ക് കാണാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല. ഒന്ന് കാണാൻ വരണമെങ്കിൽ ഞാൻ എത്ര ബുദ്ധിമുട്ടണമെന്നറിയോ? ഞാനിപ്പോൾ പോവുക. വെള്ളിയാഴ്ച വരാം. ഞാൻ കാത്തിരിക്കും. ഉണ്ണി, നീ ആരോടാ ഈ പെറുപിറുക്കണ? ഞാൻ മുത്തശ്ശി ചൊല്ലുന്ന ഗായത്രി ഒരായിട്ട് പഠിക്കായിരുന്നു. വാ പോ. വീട്ടിനകത്തേക്ക് വന്നോ? വന്നു. ഞാൻ പറഞ്ഞില്ലേ വരൂന്ന്. ആരും അറിയാതെ നിശബ്ദമായി 1 കോടി ജന്മങ്ങളുടെ പുണ്യവും സുഗന്ധവും കൊണ്ട് എന്റെ ദേവൻ എന്റെ അടുത്തേക്ക് ഒഴുകി വന്നു. എന്നിട്ട് ഗന്ധർവ സാമീപ്യം ഉണ്ടായവർക്ക് നടന്ന ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അത്ര. പക്ഷെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഞാൻ ആ മാറിലേക്ക് അറിയാതെ വീണു. ദേവനർത്തകിമാരൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ ശരിക്കും മയങ്ങിപ്പോയി. നേരം വെളുത്തപ്പോ ഞാൻ മുറിയിൽ തന്നെ ഉണ്ട്. ശരീരമൊക്കെ എന്ത് വേദനയായിരുന്നോ. ഇനിയും വരുമെന്നല്ലേ ഗന്ധർവൻ പറഞ്ഞത്? ഗന്ധർവന്മാര് മനുഷ്യരെ പോലെയല്ല, വാക്ക് പാലിക്കും. എന്റെ ദേവൻ എന്നെ വിട്ടു പോകില്ല. വരും. ഞാൻ കാത്തിരിക്കാം. ചിലപ്പോ ഞാനുള്ളോണ്ടായിരിക്കും അടുത്ത് വരാത്തത്. നമ്മൾ പറയുന്നൊക്കെ കേട്ട് ഇവിടെ എവിടെയോ മറഞ്ഞു നിൽക്കുകയായിരിക്കും. എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. അയ്യോ, അത് നടക്കില്ല. അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റില്ല. പുണ്യം ചെയ്യണം. നീ ഇത് മറ്റാരോടും പറഞ്ഞിട്ടില്ലല്ലോ? എല്ലാം പറഞ്ഞ മുത്തശ്ശിയോട് പോലും ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല. നീ ഇത് ആരോടും പറയരുത്. ഞാൻ ആരോടും പറയില്ല. പറഞ്ഞാൽ ഗന്ധർവബാധ എന്നൊക്കെ പറഞ്ഞ് ആ പാവത്തിനെതിരെ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മാഷോ? വെറുതെ നമ്മളിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് വരികയായിരുന്നു. മോയിൻ മാഷ്ക്ക് കവിത വരുന്നുണ്ടോ? ഞാൻ പാടെ. ഓള് സ്ഥലം മാറിപ്പോയില്ലേ? അവളുടെ കാര്യമല്ല, കവിത പോയട്രി വരുന്നുണ്ടോന്ന്. ആ അത് വരുന്നുണ്ട്. നിങ്ങളെ കണ്ടപ്പോ വരുന്നുണ്ട്. നല്ല സ്വയംഭം കവിത. അപ്പോ എന്നെ കണ്ടിട്ടാണ്? തന്നെ നിങ്ങളെ കണ്ട അന്ന് തൊട്ട് ഞമ്മളെ കൽബിൽ വല്ലാത്ത കവിതയാണ്. വല്ലാത്ത കവിത. ടീച്ചറെ, നിങ്ങളെ നമുക്ക് പെരുത്തിഷ്ടാ. പക്ഷെങ്കില് അത് പറയാൻ നമുക്ക് നാണാ. നാണിക്കണ്ട, എന്ത് വേണമെങ്കിലും ധൈര്യമായിട്ട് പറഞ്ഞു. പടച്ചോനെ, നിങ്ങൾ തന്നെ വലിയ ആള്. ടീച്ചറെ,
നിങ്ങൾ മതം മാറുവോ? മതം മാറി? അതല്ലേ ഇപ്പോഴത്തെ ബാച്ച്. ഇഷ്ടം തോന്നിയ ആളുടെ കൂടെ കൂടി ഒറ്റ മാറ്റം. എന്തേ? അത് മാറാം, പക്ഷെ എന്തിനാ? നമ്മൾ ഇതുവരെ നിക്കാഹ് കഴിച്ചിട്ടില്ലാന്ന്. നിക്കാഹ് കഴിക്കണം. അയ്യോ പാവം, അതിന് ഞാൻ മതം മാറണോ? അതെ ടീച്ചറെ, കാര്യായിട്ട് പറഞ്ഞാൽ മോയെ, ഇങ്ങക്ക് നമ്മൾ കൊട്ടാരം കെട്ടിത്തരാം, തോട്ടം മേടിച്ചുതരാം, ബാങ്കില് ചിക്കിളിയും ഡെപ്പോസിറ്റ് ചെയ്തുതരാം. നിങ്ങളൊന്ന് മൂടിയാ മതി. മാഷ് ഒന്നും വരൂ. മേലിൽ പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്തും വഴി നടക്കുന്നിടത്തും വന്ന് ശല്യം ചെയ്താ ഉണ്ടല്ലോ, ഷേപ്പ് ഞാൻ മാറ്റി തരും. ടീച്ചറെ പോടോ. മാനകെ, ഇതിത്തിരി കടുപ്പായി പോയി. തിരക്ക് കാണട്ടെ മോളെ, ഇപ്പൊ വിടാം. ഭാര്യരെ കാണട്ടെ. ഇപ്പൊ വിടാൻ പറഞ്ഞില്ലേ, പിന്നെന്താ വിടാനേ. ചേച്ചി 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 എന്താ വല്ലത്? ഒന്നുമില്ല. ആരാ അപ്പുറത്തോടെ പോയത്? ആര്? ഓ അതോ, ഒരാൾ ആരെയും അന്വേഷിച്ച് വീട് മാറി വന്നതാ. അത്രേ ഉള്ളോ? അത് പോട്ടെ, നീ എന്താ ഇതുവരെ വരാതിരുന്നത്? വരണം വരണം വിചാരിച്ച് പലപ്പോഴായി ഒരുങ്ങുന്നു. അപ്പോഴേക്ക് അമ്മ ഒരു ജോലി പറഞ്ഞ് അവിടെ തന്നെ നിർത്തും. ഓ അത് ശരി. ആവട്ടെ, ഇപ്പോഴെങ്കിലും വന്നല്ലോ, വരൂ. എന്നിട്ട് ഞാൻ പോണു. വല്ലാത്ത തലവേദന, ഒന്ന് കിടക്കട്ടെ. എന്താ പാർവതി, അമ്മയും മോളും കൂടെ ഒരു കുശിപ്പ്? അല്ലമ്മേ, എനിക്കോ ആകെയുള്ളൊരു പെൺകുട്ടി. ഏട്ടനെ കൊണ്ടൊരു വിവാഹം ചെയ്യിച്ചില്ലെങ്കിൽ നമ്മുടെ കുടുംബം അന്യം നിന്ന് പോവില്ലേ? അല്ല, നിന്റെ വർത്തമാനം കേട്ടാ തോന്നും ഞാൻ ഏതാണ്ട് സമ്മതിക്കാനിട്ടാണ്. എടി, പറഞ്ഞു പറഞ്ഞ് നാക്ക് കൊഴഞ്ഞപ്പോ ഞാൻ ആ ഭാഗം വിട്ടതല്ലേ. ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും മേരി ടീച്ചർ തന്നെയാ. അന്ന് അതങ്ങ് സമ്മതിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നാടാകെ പറയിപ്പിക്കില്ലായിരുന്നു. പിന്നെ മച്ചിൽ ഭഗവതി കുടിയിരിക്കുന്ന ഈ തറവാട്ടില് കണ്ണിക്കണ്ട മൂന്നാം വേദക്കാര് കയറി ഇറങ്ങണെങ്കില് എന്റെ ഈ തല മണ്ണ് കുത്തണം. അല്ലെങ്കിൽ കാരണവന്മാരുടെ അസ്ഥിത്തറ തോണ്ടി ഞാൻ ഇവിടുന്ന് ഇറങ്ങിത്തരണം. ഏതായാലും നാടാകെ മതിച്ചു പൊളിച്ച് നടക്കുന്നുണ്ടല്ലോ അമ്മയുടെ പുന്നാര മോൻ. മരുമകൾ ഒരുത്തി വളർന്നു വരണം എന്നുള്ള വിചാരം പോലും ഇല്ലാതെ പോയല്ലോ ഏട്ടന്. എടി പാർവതി, ആണുങ്ങൾ ചെളിവെള്ളം കാണുമ്പോ ഒന്ന് ചവിട്ടിന്ന് വരും. തെളിവെള്ളത്തിൽ കഴുകി അതങ്ങ് വൃത്തിയായിക്കോളും. അത്ര കാര്യാക്കൊന്നും വേണ്ട. ഓ, അമ്മ ഏണി വെച്ച് കൊടുത്താ മോൻ കേറി നിൽക്കുന്നതാണ് അത്ഭുതം. പറ്റില്ല. എങ്ങോട്ടാ ഈ നട്ടപ്പാതിരക്ക്? സ്വപ്നാടനം തുടങ്ങി നിനക്ക്? പൊടി പോകാൻ.
ഡോക്ടറെ വൈദ്യരെ കാണിക്കാൻ പറയണം. ഹായ്, ഉണ്ണി ഇപ്പൊ എണീക്കണേ ഉള്ളൂ. നേരത്തെ എണീക്കണമെന്നും കുളിച്ചു തൊഴണമെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടില്ലേ? മുത്തശ്ശിയോട് ഞാനൊരു കാര്യം ചോദിച്ചാ പറഞ്ഞുതരോ? പിന്നില്ലാണ്ട്. നീ ചോദിച്ചിട്ട് മുത്തശ്ശി വല്ലതും പറഞ്ഞു തരാണ്ടിരുന്നുണ്ടോ? അതല്ല, എന്താ ഉണ്ണി, ചോദിച്ചോളൂ. ഇന്നാലും മുത്തശ്ശി പറഞ്ഞില്ലേ ഗന്ധർവന്മാർക്ക് ഇഷ്ടമുള്ളവരെ കാണാനും ഇഷ്ടമുള്ളിടത്ത് വരാനും പറ്റുമെന്ന്? അതെ. വാതിലും ജനലും ഒക്കെ അടച്ചു വെച്ചാലും അവർക്ക് അകത്ത് കയറാൻ കഴിയുമോ? പിന്നെ, പക്ഷെ ഗന്ധർവന്മാര് വലിയ വിരുതുള്ളവരാ. മനുഷ്യര് മുറിയിൽ ബന്ധിച്ചു കളയുമെന്ന് കരുതി അവര് അങ്ങനെ ഇങ്ങനെയൊന്നും വീടിനകത്തേക്ക് വരില്ല. വന്നു കിട്ടിയാ പിന്നെ പുറത്ത് വിടാതിരിക്കാനുള്ള ഒരു സൂത്രപ്പണിയേ ഉണ്ട്. അതെന്താ? അതൊക്കെ ഉണ്ട്. നീ ചെന്ന് വേഗം കുളിക്കാൻ നോക്ക്. വേണ്ട, ഉണ്ണിമായിക്ക് ഇപ്പൊ തന്നെ കേൾക്കണം. പറഞ്ഞതാ മുത്തശ്ശി, പറഞ്ഞതാ മുത്തശ്ശി. ഈ കുട്ടിയുടെ ഒരു കാര്യം. പറ മുത്തശ്ശി. വാ. ശിവന്റെ അമ്പലത്തില് ഒരു കോടി അർച്ചന നടത്തണം. ധനുമാസത്തില് തിരുവാതിരടന്ന് പുലർച്ചയ്ക്ക് പെൺകുട്ടിയോള് ഗന്ധർവനെ നല്ലോണം മനസ്സിൽ ധ്യാനിക്കണം. വന്നു കിട്ടിയ തെച്ചിപ്പൂ കോർത്ത കറുത്തൊരു ചരട് അവരുടെ ദേഹത്ത് കെട്ടിയിടുക. നേരം വെളുക്കുന്ന അറിയാതെ അവരെ വീട്ടിനകത്ത് തന്നെ അടച്ചിടുക. എന്നാ പിന്നെ ഗന്ധർവന്മാർ നമ്മുടെ അടിമയായി അല്ലേ മുത്തശ്ശി? സംശയമുണ്ടോ? പോയി പോയി, നീ ഒരു ഗന്ധർവനെ കെട്ടുന്ന മട്ടുണ്ട്. ആഹാ, എവിടുന്നാ ശങ്കര കുടുംബസമേതം? ഇവളുടെ വീട് വരെ ഒന്ന് പോയതാ. അല്ല, എന്ത് പറ്റി കയ്യില്? അത് ഞങ്ങള് ആശുപത്രി പോയിട്ട് വരിക. അങ്ങനെ വരട്ടെ മാഷേ. ഇത് അച്ഛൻ പത്തായത്തിലും ഇല്ലാന്ന് പറഞ്ഞ പോലുള്ള കേസാ. മനസ്സിലായില്ല, തെളിച്ച് പറ പുരുഷു. അതുകൊണ്ടാണല്ലോ നിങ്ങൾ മാഷായി പോയത്. വല്ലതും മനസ്സിലാകുമായിരുന്നെങ്കിൽ എന്നെ പോലെ പ്യൂണായനെ. മാഷേ, ബൈ ദ ബൈ, ഇവരുടെ സ്ഥിരം ഇടപാട് കേസിൽ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടാളും തമ്മിൽ തല്ലുണ്ടാവും. ശങ്കരന്റെ കയ്യിലെ മുറിവ് കണ്ടിട്ട് കമലാക്ഷി ഒലക്കെടുത്ത് ചാമ്പ്യരിക്കാനാ സാധ്യത. കമലാക്ഷി അല്ല തല്ലിയത്. പിന്നെ ശങ്കര, സത്യം പറ, ആരാ നിന്നെ തല്ലിയത്? ആരോടും പറയരുത്. ഉം. ആ ടീച്ചർ വന്നേ പിന്നെ ഇവളെ തമ്പുരാൻ വേണ്ടതായി. അവളെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ കഞ്ഞൂടി മുട്ടും. ചാത്തനേറാണെന്ന് കരുതിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊന്ന് പെരുമാറി. അപ്പോഴേ കാളക്കൂറ്റം പോലത്തെ ഒരു ചെറുക്കൻ എന്നെ തലങ്ങും വിലങ്ങും അടിച്ചു. പുരുഷൻ അറിയാതെ മാനേജർ ടീച്ചറുടെ വീട്ടിൽ മറ്റൊരു പുരുഷനോ? ഇത്രയും കാലം എനിക്കിട്ട് പാരപണந்த മാനേജർ ടീച്ചറെ, ഈ പുരുഷൻ ആരാണെന്ന് പാത്തുക്കോ. രാമേട്ട, യുറേക്ക രാമേട്ട. നീ എന്നടാ സ്കൂൾ പിള്ളേരുടെ പുസ്തക വിൽപ്പന തുടങ്ങിയത്? ഈ രാമേട്ടന്റെ കാര്യം യുറേക്ക എന്ന് പറഞ്ഞ ഞാൻ കണ്ടുപിടിച്ചു എന്നർത്ഥം. അതിന് നീ എന്ത് മാങ്ങാത്തോടെ കണ്ടുപിടിച്ചത്? ഞാനോ? ഞാൻ കണ്ടുപിടിച്ചതല്ല, എന്റെ അന്വേഷണ തുറ കൊണ്ട് ഞാൻ കണ്ടെത്തിയതാ. അന്നേ എനിക്ക് സംശയം തോന്നിയതാ ആ ടീച്ചറുടെ പുറകിൽ ഏതോ ഒരു കറുത്ത കൈ ഉണ്ടെന്ന്. അല്ലാതെ ഈ പുരുഷന്റെ നേരെ നോക്കി സംസാരിക്കാനുള്ള ധൈര്യം അവർക്ക് എങ്ങനെ വന്നു? നീ കാര്യം എന്താണെന്ന് പറ. പറയാം, കേൾക്ക് രാമേട്ട. ഇത്രയും കാലം നിങ്ങളുടെ മുന്നിൽ ശീലാവധി ചമഞ്ഞിരുന്ന ആ മേനക ടീച്ചറുടെ വീട്ടിൽ ഒരുത്തിന് ഒളിപ്പിച്ച് താമസിപ്പിച്ചിരിക്കുന്നു. നേരാണോടാ? പിന്നല്ലാതെ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തോന്നിയാസം കാണിക്കുന്ന നമ്മളെ വെറുതെ വിടരുത് രാമേട്ട. അല്ല, വീടില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. വാര ആരാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കണം. ശരി, നീ വള. ഞാൻ വേണോ? വരാൻ എനിക്ക് മടിയുണ്ടായിട്ടൊന്നുമല്ല. ഞാൻ വന്നാൽ അത് രാമേട്ടന് മെനക്കെടാവല്ലോ എന്ന് ഓർത്തിട്ടാ. ആ, എങ്കിൽ നീ വരണ്ട. അതാണ് അതിന്റെ ശരി.
ബെസ്റ്റ് ഓഫ് ലക്ക്. വിളിക്കവനെ ഒന്ന് കാണട്ടെ. ആരുടെ കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചത്? അതേ, ആണായാലും പെണ്ണായാലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരാളെ വെച്ചോണ്ടിരിക്കുന്നത് അത്ര വലിയ കുറ്റമൊന്നുമല്ല. ഞാൻ ഒരുത്തനെയും വെച്ചോണ്ടിരിക്കുന്നില്ല. നിക്ക്, ആ ചെറുക്കനെ പുറം ലോകം കാണിക്കാതെ കിടപ്പൂരത്തിനെ പോറ്റുന്നത് എന്ത് ഉദ്ദേശിച്ചിട്ടാ? അല്ല, കൂടെ ഊട്ടി കിടക്കാൻ അവൻ നിന്റെ ആരാ? അത് ചോദിക്കാൻ നിങ്ങൾ എന്റെ ആരാ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മാനേജരായിരിക്കാം, ഈ വീടിന്റെ ഉടമസ്ഥനായിരിക്കാം, സർവോപരി ഈ നാട്ടിൽ ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത താൻ തോന്നിയായിരിക്കാം. പക്ഷേ അത് വെച്ചിട്ട് ഭരിക്കാൻ വന്നോണ്ടല്ലോ. മിണ്ടരുത്. എന്താ വിചാരിച്ചത്? ഇതിന് തോന്നിയ നാട്ടുകാരില്ലെന്ന് കഴിയോ? ഒരു ശീലാവതി. അസഭ്യം പറയരുത്. എന്ത് ചെയ്യടി? സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീടാണെന്ന് നോക്കില്ല. എന്റെ കൈന്റെ ചൂടറിയും നിങ്ങൾ. കയ്യിന്റെ മാത്രമല്ല, നിന്റെ മൊത്തം ചൂടറിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ ആരുടെയും സൗജന്യം സ്വീകരിക്കാറില്ല. സൗജന്യമാണോ അല്ലെന്ന് തീരുമാനിക്കാൻ എനിക്ക് മുൻപരിചയമൊന്നുമില്ല. എങ്കിലും ഞാൻ ഇനി വിറ്റ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പണം നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. ഉണ്ണിമായ്ക്ക് ഗന്ധർവിനെ അത്രയ്ക്ക് ഇഷ്ടാണോ? ഇഷ്ടാണോ ചോദിച്ചാൽ സത്യം പറയാലോ, എനിക്ക് ജീവനാ. എന്റെ പ്രാണനേക്കാൾ ഞാൻ ഗന്ധർവിനെ സ്നേഹിക്കുന്നു. എന്ത് വിവരക്കേടാ നീ പറയുന്നത്? മനുഷ്യന് മനുഷ്യനെ തന്നെ സ്നേഹിക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോഴാ നിന്റെ ഒരു ഗന്ധർവൻ. സത്യമാണ് ചേച്ചി. പട്ടണത്തിൽ ജീവിച്ചതുകൊണ്ട് നിങ്ങൾക്കാർക്കും വിശ്വാസം വരില്ല. പക്ഷെ എനിക്കെല്ലാം എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. നീ ഗന്ധർവനെ കണ്ടിട്ടുണ്ടോ? പിന്നില്ലാതെ കണ്ടിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഗന്ധർവനെ എനിക്കിഷ്ടാണ്. എന്നെ ഗന്ധർവനും. എന്ത് ഭംഗിയാന്നറിയോ കാണാൻ. ഒറ്റ നോട്ടത്തില് മനുഷ്യരെ പോലെ തന്നെയാ. മധുരമായി പാടാനും അറിയാത്ര. ഗന്ധർവൻ പാടുന്നത് ഉണ്ണിമായ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ എന്റെ ഗന്ധർവ ഇതുവരെ എനിക്ക് പാടി തന്നിട്ടൊന്നുമില്ല. നിന്റെ ഒരു കാര്യം, ഞാൻ മുത്തശ്ശിയെ കാണുന്നുണ്ട്. അവരെന്തിനാ നിന്നെ ഇങ്ങനെ പറ്റിക്കണത്? പറ്റിക്കേ? ഈ ചേച്ചിക്ക് എന്താ? ഞാൻ എന്തുമാത്രം കണ്ടിട്ടുണ്ടെന്ന് അറിയോ? എനിക്ക് മുത്തം തന്നിട്ടുണ്ട്, താലോലിച്ചിട്ടുണ്ട്. പിന്നെ എന്നെ എന്നെ എനിക്ക് ജീവനാ. ഈ ജന്മം മുഴുവനും ഞാൻ ദേവനുള്ളതാ. ഞാൻ പോണു. അല്ല സായിപ്പേ, ഇന്നെന്താ എഴുന്നേക്കാളുടെ ഭാവമില്ലേ? നേരം പുലരുമ്പോഴേ ചാടി എഴുന്നേറ്റ് മലമറിക്കാനൊന്നുമില്ലല്ലോ. എങ്ങനെയെങ്കിലും സമയം കൊല്ലുകയല്ലേ വേണ്ടു. അതിപ്പോ എങ്ങനെയായാലും എന്താ? എന്ത് വേണമെങ്കിലും ചെയ്യ്. വിശക്കുമ്പോ കാപ്പി എടുത്ത് കഴിച്ചോളൂ. ചോറ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. താങ്ക്സ്. ആർക്ക് വേണോടെ കുരങ്ങ നിന്റെ താങ്ക്സ്? സമയത്ത് വെച്ചോളുമ്പി തരാനേ നീ ഒരു പെണ്ണിനെ കെട്ട്. അത് നല്ല ഐഡിയ. ഞാനൊരു കല്യാണം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന എനിക്കും നിനക്കും ഒരു കൂട്ടാവും അല്ലേ? അയ്യടാ എടാ മരമോന്തേ, ആരാ നിനക്ക് പെണ്ണ് തരിക? അതൊക്കെ കിട്ടുന്ന വെച്ചോ. അപ്പോഴേ ആരായിരുന്നു അപ്പുറത്ത് ഒരു കിളിമൊഴി കേട്ടല്ലോ? അതോ ആ വാര്യത്തെ കുട്ടിയാ ഉണ്ണിമായ. എന്നാലേ അതിനെ ആലോചിച്ചാലോ? അമ്പടാ, എന്നിട്ട് വേണം അവളുടെ അമ്മാവൻ എന്നെ തല്ലിക്കൊല്ലാൻ. എടാ, ആ പൊട്ടിക്കളി ഏതൊരു ഗന്ധർവനായി പ്രേമത്തിലാണെന്ന്. ഗന്ധർവനോ? ആവോ. അപ്പോ എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ചതിയുണ്ടെന്നാ. ആരായാലും എട്ടും പൊട്ടും തിരിയാത്ത ആ പാവത്തെ വഞ്ചിച്ച ദൈവകോപം ഉണ്ടാവും.
എന്താ ഉണ്ണിമായ? ഉണ്ണിമായ എന്താ ഇതല്ല? എന്റെ ഗന്ധർവൻ ഒന്നും പറയണ്ട. അങ്ങേ കീഴടക്കാനുള്ള വിദ്യ എനിക്ക് അറിഞ്ഞിടാന്നാണ് വിചാരിച്ചത്. ഉണ്ണിക്ക് എന്റെ ഗതികേട് മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നും പറയണ്ട. അങ്ങിനി എന്റെ അടിമയാണ്. ഞാൻ പറയുന്ന എല്ലാം അനുസരിക്കുന്ന എന്റെ സ്നേഹനിധിയായ അടിമ. ഈ ചരടഞ്ഞ നിമിഷം മുതല് ഞാനിനി അങ്ങയുടെയാണ്. ഗന്ധർവൻ ഇനി എന്നെന്നും എന്റേത് മാത്രമാണ്. ഈ ഉണ്ണിമായുടെ മാത്രം. ഉണ്ണിമായ എടീ, ഊശപ്പെട്ടോളെ. എന്താടി പഠിച്ചത്? നിൽക്കണവിടെ. ഏട്ടാ, അമ്മേ, ഓടി വായോ. മറ്റൊരു ഭഗവതി ഇരിക്കുന്ന വീട്ടില് അന്യരുടെ ചോര വീഴാൻ ഇടവരുത്തരുത്. കാരണവന്മാർക്ക് പൊറുതികേടുണ്ടാക്കരുത്. വിടറാ, വിടാൻ. പൊയ്ക്കോ, പോ. എന്തു പറ്റിയപ്പോ? ഇനി ആരെങ്കിലും തല്ലിയോ? നീ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയോ? അതോ വല്ലയിടത്തും വീണോ? ഇത് കാര്യമാക്കണ്ട. എനിക്ക് കിട്ടേണ്ടത് കിട്ടി. മനസ്സിലായില്ല. ഒന്നോർത്ത അവരെന്നെ കൊന്നിരുന്നെങ്കിലും അധികമാവില്ലായിരുന്നു. ആരെ? ഒന്നും വേണമെന്ന് വെച്ച് ചെയ്തതല്ല, അങ്ങനെ സംഭവിച്ചു പോയി. ഉണ്ണിമായെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗന്ധർവൻ ഞാനാ. എന്താ നീ പെണ്ണുങ്ങളെ കുറിച്ച് എന്താടാ ധരിച്ചു വെച്ചിരിക്കുന്നത്? നിനക്കൊക്കെ ഇട്ടു തട്ടാൻ പെണ്ണെന്താ കളിപ്പാട്ടമാണോ? ഞാൻ അങ്ങനെ ഒന്നും. നോ, നീ അധികം പറയണ്ട. തെറ്റുകളെ തെറ്റുകൾ കൊണ്ടല്ല, ശരി കൊണ്ടാണ് തേച്ചു മിനുക്കേണ്ടത്. ഞാൻ ഇനി നീ എവിടെയും പോരുത്. പോരാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ല, ഞാൻ എവിടെയും പോവില്ല. ആ വാര്യരും മറ്റും ഇനിയും എന്നെ തല്ലിയാലും കൊന്നാലും സാരമില്ല. എനിക്ക് ഒരിക്കൽ കൂടിയെങ്കിലും ഉണ്ണിമായ ഒന്ന് കാണണം. ഞാൻ ഗന്ധർവനല്ലെന്ന് തുറന്നു പറയണം. ഇനി അതൊക്കെ ആലോചിച്ച് ചെയ്യാം. നീ വാ, ഞാൻ മരുന്ന് വെച്ച് തരാം. അമ്മേ, ആകെ കുഴപ്പമായി. എന്താ പാർവതിയെ? ഉണ്ണിമായ ഛർദ്ദിക്കണു. ഛർദിക്കേ? വല്ല ദഹനക്കേടോ മറ്റോ ആണോ? അതൊന്നും അല്ല, അവക്ക് തെറ്റുപറ്റി. അവൻ എന്റെ മോളെ ചതിച്ചു എന്നാ തോന്നുന്നേ. എന്ത് പറ്റിയ എന്റെ ഉണ്ണിക്ക്? അമ്മ പറഞ്ഞതൊക്കെ നേരാണോ മോളെ? അമ്മക്ക് ഇപ്പൊ തൃപ്തിയായില്ലേ? പാർവതി, എന്താ ഈ പറയണേ? ഉണ്ണിക്കൊരു തെറ്റ് പറ്റി, അതിന് ഞാൻ എന്ത് പിഴച്ചു? അവളെ കണക്കറ്റ് കൊഞ്ചിച്ചപ്പോഴും വേണ്ടാത്ത ഓരോ പൊട്ടക്കഥകൾ പറഞ്ഞു കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നതാ വേണ്ട വേണ്ടെന്ന്. ഇപ്പൊ എന്തായി? പാർവതി, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, തെറ്റെന്റെ തന്നെയാ, ഞാൻ സമ്മതിക്കാം. അമ്മ ഇനി തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് തീരുന്നതാണോ ഉണ്ണിമായ ചെയ്ത തെറ്റ്? അമ്മയുടെ കണ്ണീര് കൊണ്ട് ഉണ്ണിമായുടെ വയറ്റിലെ തുടിപ്പ് ഇല്ലാതാക്കാൻ പറ്റുമോ? നീ എന്നെ ഇങ്ങനെ തളർത്താതെ പാർവതി. രാമു വന്നിട്ട് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഏട്ടന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാത്തതാണോ? ഉണ്ടാവാൻ പോകുന്ന പുകലോർത്ത് കെട്ടി തൂങ്ങി ചാവാനാ തോന്നണേ. മോനെ രാമു, എല്ലാരും എന്നെയാ കുറ്റപ്പെടുത്തുന്നത്. എന്തിന്? എന്റെ നോട്ടക്കുറവുണ്ടാ ഉണ്ണിമായ പഴിച്ചു പോയെന്ന് അവരൊക്കെ പറയുന്നു രാമു. അച്ഛനടുത്തില്ലാത്ത കുട്ടിയാണല്ലെന്ന് കരുതി ഞാൻ ഇത്തിരി ലാളിച്ചു പോയത് ശരിയാ.
പേരുമകളെ കൊഞ്ചിക്കാനും അവക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാനും മുത്തശ്ശിയായ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? നമ്മളിനി എന്താ ചെയ്യാ മോനെ? അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എല്ലാ പ്രശ്നങ്ങൾക്കും രാമൻകുട്ടി വരെ ഒറ്റ പരിഹാരമേ അറിഞ്ഞുകൂടൂ. വഞ്ചിച്ചവരെ തല്ലണം, നശിപ്പിച്ചവരെ കൊല്ലണം. അതിന് നിങ്ങളാരും എന്നെ സമ്മതിക്കണില്ലല്ലോ. വേണ്ട മോനെ, വേണ്ട. കൊല്ലും കൊലയും ഒരു കാര്യത്തിനും പരിഹാരമല്ല. പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ അമ്മ പറ. എന്റെ മോളെ പഴപ്പിച്ചു തരാൻ അളിയും ചോദിക്കുമ്പോ ഞാൻ എന്ത് മറുപടി പറയും? മറുപടി പറഞ്ഞു തരൂ അമ്മ. എന്ന് ക്ഷമിച്ചോളാം ഞാൻ. എല്ലാ നാണക്കേടും സഹിച്ചോളാം രാമൻകുട്ടി വാര്യര്. ഉണ്ണി ഇവിടെ വന്നിരിക്കുകയാണോ? മോൾ ഇനി എന്നെ ഇങ്ങനെ ശിക്ഷിക്കുകയാണോ? എന്തെങ്കിലും ഒന്ന് പറ. മുത്തശ്ശി, ഞാൻ എന്താ പറയേണ്ടത് കൂടി പറഞ്ഞെന്നുള്ളൂ. എനിക്ക് ഉണ്ണിമായ പാവല്ലേ, എല്ലാവർക്കും പറഞ്ഞു പറ്റിക്കാവുന്ന ഒരു പാവം പൊട്ടിപ്പേന്ന്. അങ്ങനെ പറഞ്ഞു ഇനി എന്റെ ചങ്ക് കലക്കല്ല മോളെ. മുത്തശ്ശിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാ. ഞാനും അപ്പുമൊക്കെ നിന്നെ പറഞ്ഞു പറ്റിച്ചു. വൈകിയല്ലേ മോളെ മുത്തശ്ശിക്ക് എല്ലാം മനസ്സിലായത്? ഇല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാം എനിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. മുത്തശ്ശി സങ്കടപ്പെടണ്ട. നീ ഇങ്ങനെ തീ തിന്നുന്നത് കണ്ടിട്ട് മുത്തശ്ശി എങ്ങനെയാ മോളെ സങ്കടപ്പെടാതിരിക്കുക? ഒന്നും സാരില്ല മുത്തശ്ശി. മുത്തശ്ശി, എനിക്ക് അപ്പനൊന്ന് കാണണം. എന്തിനാ എന്നെ കശക്കി എറിഞ്ഞു കളഞ്ഞെന്ന് ചോദിക്കണം. കാണാം മോളെ, നീ ഇപ്പൊ വാ. എല്ലാറ്റിനും അമ്മാവനൊരു വഴി കാണാതിരിക്കില്ല. വാ. അവനെവിടെ? അവൻ എവിടെയെന്നാ ചോദിച്ചത്? എന്റെ അനന്തരവളെ ചതിച്ചവനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. നൂറ്റാണ്ടുകളുടെ പഴക്കവും പാരമ്പര്യമുള്ള കുടുംബമാണ് എന്റേത്. വാരി തിന്നവരെ ആരും തന്തയില്ലാത്ത കുഞ്ഞിനെ പ്രസവിച്ചിട്ടില്ല. അവളെ അവൻ സ്വീകരിക്കണം. കുടുംബത്തിന്റെ അന്തസ്സും ഉണ്ണിമായയുടെ ചാരിത്രശുദ്ധിയും നിങ്ങൾക്ക് വലുത്. ഉണ്ണിമായയുടെ ചാരിത്രത്തിന് പവനില്ല. ചോദിക്കാനും പറയാനും ആൾബലം കുറഞ്ഞ എന്റെ ചാരിത്രത്തിന്റെ വില ഒന്നും മനസ്സിലാവണില്ല. തെളിച്ചു പറ. അന്നൊരിക്കൽ നിങ്ങൾ എന്നെ നശിപ്പിച്ചത് മറന്നുപോയോ? അതിന്റെ വില തരാൻ ഞാൻ തയ്യാറായിരുന്നില്ലേ? ആർക്ക് വേണം നിങ്ങളുടെ പണം? ഉണ്ണിമായയുടെ ജീവിതത്തില് ആദ്യത്തെ പുരുഷൻ അപ്പു പോലെയാ എന്റെ ജീവിതത്തില് നിങ്ങളും. നീ മിണ്ടിപ്പോവരുത്. എത്രയൊക്കെ താന്തോന്നിയായി ഞാൻ ജീവിച്ചാലും ഈ മനസ്സിൽ മേൽട്ടിച്ചർക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാവൂ. അതെന്നും അങ്ങനെയായിരിക്കും. അപ്പു ഉണ്ണിമായെ സ്വീകരിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഉള്ളതിൽ പകുതി നിനക്കും തരാം. ഞങ്ങളെ മാനം കാക്കണം. നീ വിചാരിച്ചാലേ അത് കഴിയൂ. ഞാൻ വിചാരിച്ചാലല്ല. അപ്പു ഉണ്ണിമായ സ്വീകരിക്കണമെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ എന്നെയും സ്വീകരിക്കണം. ഉറപ്പാണ്. ഉറപ്പ്. ശരി, അങ്ങനെ അല്ലാതെ നടത്താൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉണ്ണിമായെ, സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. പൊട്ടിക്കരയാനോ കെട്ടിത്തൂങ്ങി ചാകാനോ പറ്റാത്തൊരവസ്ഥ. മനുഷ്യനെ നമ്പാൻ പാടില്ലാത്ത ഈ കാലത്ത് അന്യഗ്രഹ ജീവിയായ ഗന്ധർവന്റെ പുറകെ ആരെങ്കിലും പോവോ? സാരമില്ല, എന്റെ ഉണ്ണിമായെ ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നു. എല്ലാ അപരാധങ്ങളും ക്ഷമിച്ച് നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. നാട്ടുകാരെന്തു പറഞ്ഞാലും വീട്ടുകാർ വാളെടുത്താലും നമുക്ക് ഒന്നാകണം. നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ വളർത്തി ഒരു കൊച്ചു വീട് വെച്ച് നമ്മുടേതായിട്ടൊരു ലോകം ഞാൻ പണിയും. തിടുക്കപ്പെട്ട് കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. സാവധാനം ചിന്തിച്ച് തീരുമാനിച്ചാൽ മതി. അതുവരെ ഗതി കിട്ടാത്ത ആത്മാവ് പോലെ ഞാനിങ്ങനെ അലഞ്ഞു നടക്കും. ഉണ്ണിമായ, ഞാൻ പാവമാണ്. ഈ പങ്കജാക്ഷൻ, ഉണ്ണിമായയുടെ പങ്കജാക്ഷൻ.
ഉണ്ണിമായ എങ്ങോട്ടാ? നിങ്ങളെ കാണാൻ തന്നെ വരികയായിരുന്നു. എവിടെ അവൻ? എന്താ കാര്യം? ഒന്നും എന്നോട് ഒളിക്കണ്ട. നിങ്ങൾ വീട്ടിന്റെ അകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ആളെ പറ്റിയാണ് ഞാൻ ചോദിച്ചത്. ഓ, അപ്പുവിന്റെ കാര്യമാണോ? അതെ. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്തിനാ അവിടെ ഒളിപ്പിച്ചു നിർത്തി എന്നെ ചതിച്ചത്? ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ഇല്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. നല്ലവളെ പോലെ അഭിനയിച്ച് വീട്ടിലൊരു രഹസ്യ കാമുവിനെ പൊറപ്പിക്കുകയല്ലേ നിങ്ങള്? ഉണ്ണിമായെ, അരുതാത്ത പറയരുത്. അപ്പു എന്റെ ബന്ധുവാണ്. അവന് നാട്ടിൽ ചെറിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ രഹസ്യം അവനെ ഇവിടെ നിർത്തിയത്. ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെയും ഏതെങ്കിലും പാവം പെൺകുട്ടിയെ പറഞ്ഞു മയക്കി ചതിച്ചിട്ടുണ്ടാവും ദുഷ്ടൻ, അല്ലേ? ചതിവ് പറ്റിയ നിനക്കാ. നീയല്ലേ അവന്റെ കൂടെ? ഞാൻ ഒന്നും പറയുന്നില്ല. കുടുംബക്കാരനല്ലേ, ന്യായീകരിച്ചോ. പക്ഷേ ഞാൻ അവനെ വെറുതെ വിടുന്നു കരുതണ്ട. നീ എന്ത് ചെയ്യാനാ? നല്ല കുട്ടിയായിരുന്നിട്ട് നിനക്കിത് പറ്റിയില്ലേ? അല്ലാതെ മനഃപൂർവ്വം ആരും ബലാത്കാരം ചെയ്തതല്ലോ. അല്ല, എന്റെ മുമ്പിൽ ദേവനെ പോലെ വന്ന് അഭിനയിച്ചു. എനിക്ക് വേണ്ടപ്പെട്ടതിനെ തട്ടിയെടുത്തു, എന്നെ ചതിച്ചു. നിങ്ങൾ അതിന് കൂട്ടുനിന്നു. ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല. നീയും തെറ്റുകാരിയാണ്. ഒരുവനെ കണ്ടപ്പോ എല്ലാം മറന്ന് ഇളകി തുള്ളി. എല്ലാം നശിപ്പിച്ചിട്ട് ഇപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇഷ്ടപ്പെട്ടു, സ്നേഹിച്ചു. വഞ്ചനയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഗന്ധർവനെ പോലെ വന്നപ്പോ ഞാൻ എല്ലാം മറന്നു. എന്നെ ചതിച്ച് രക്ഷപ്പെട്ടാൽ ഒരു കാലത്തും ഗതി പിടിക്കില്ല. എന്റെ ഈ കണ്ണിൽ വീഴുന്നത് എന്റെ സ്വപ്നങ്ങളുടെ ചിതയിലാണ്. കാത്തിരുന്നോ, എല്ലാവർക്കും തരുന്നുണ്ട് ഞാൻ എന്റെ ജീവന്റെ പങ്ക്. ഉണ്ണിമായെ, നിൽക്കൂ. ഞാൻ ആരുടെയും സൗജന്യം സ്വീകരിക്കാറില്ല. സൗജന്യമാണോ അല്ലെന്ന് തീരുമാനിക്കാൻ എനിക്ക് മുൻപരിചയമൊന്നുമില്ല. എങ്കിലും ഞാൻ ഇനി വിറ്റ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പണം നിങ്ങൾക്ക് തന്നെ ഇരിക്കട്ടെ. ജീവിതത്തിൽ ഇന്നുവരെ വാരിന് ജയിച്ചിട്ടേ ഉള്ളൂ. ഇനി ഞാനൊന്ന് തോറ്റു വന്നേക്കാം. മറ്റുള്ളവരും ജയിക്കണമല്ലോ. വിജയത്തിനിടയ്ക്ക് പരാജയം അറിയുമ്പോഴല്ലേ ജീവിതത്തിന്റെ മധുരം മനസ്സിലാക്കാനാവൂ. വെറുതെയല്ലോ ഞാൻ തോറ്റു വരുന്നത്. പൊട്ടിപ്പോയ ചില കണ്ണികളെ ഇടയ്ക്ക് ചേർക്കാനല്ലേ. കൈമോശം വന്ന ജീവിതങ്ങള് കരുപ്പിടിപ്പിക്കാനല്ലേ. നാട് മുഴുക്ക നെഞ്ചു വിരിച്ച് തലയുയർത്തി പിടിച്ചേ നടന്നിട്ടുള്ളൂ. ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിന്റെ മുമ്പിൽ തലകുനിക്കാം. എന്റെ ഉണ്ണിമായ്ക്ക് വേണ്ടി. അങ്ങനെ പറയരുത്. എന്റെ എന്നല്ല, നിങ്ങൾ ആരുടെ മുന്നിലും തലകുനിക്കുന്നത് ഞാൻ സഹിക്കില്ല. ഒന്നോർത്താൽ ഞാനാ തെറ്റുകാരി. ഉണ്ണിമായെ അപ്പു സ്വീകരിക്കാൻ പകരം നിങ്ങൾ എന്നെ സ്വീകരിക്കണമെന്ന് ഡിമാൻഡ് വെച്ച് ഞാനാ തെറ്റുകാരി. ജീവിതത്തിൽ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം മുതൽ നിങ്ങളെ ആരാധനയോടെ ഞാൻ നോക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ തലയെടുപ്പും പൗരുഷവും എന്നെ മോഹിപ്പിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഞാൻ നിങ്ങളെ എനിക്ക് കിട്ടാനായി ഇങ്ങനെ ഒരു വളഞ്ഞ വഴി സ്വീകരിച്ചത്. ഉണ്ണിമായോട് തെറ്റ് ചെയ്ത അപ്പുവിനേക്കാൾ എന്നോട് തെറ്റ് ചെയ്ത നിങ്ങളെക്കാൾ ഒക്കെ വലിയ തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്. സാരമില്ല. എന്നാലും അപമാന ഭാരം കൊണ്ട് നാട്ടുകാരുടെ മുഴുവൻ മുമ്പിൽ എനിക്ക് തലവലിക്കേണ്ടി വരില്ലല്ലോ. ഒന്നും വേണ്ടി വരില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. ഉണ്ണിമായെ അപ്പു തന്നെ താലി കെട്ടും. പോരെ? മതി. എങ്ങനെയാ നന്ദി പറയണമെന്ന് അറിയില്ല. സന്തോഷായി, വളരെ സന്തോഷായി. തൃപ്തിയായി എനിക്കും. ചെല്ലു. നേർ ടീച്ചറെ മാത്രം കുടിയിരുത്തി ആരാധിക്കുന്ന ആ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി ഇടം കണ്ടെത്താൻ ശ്രമിച്ച
ഈ വിവരം കിട്ടവളെ കുറിച്ച് ഓർക്കാതെ പോയിക്കോളൂ. എന്റെ വേദനകളും വ്യാമോഹങ്ങളും എല്ലാം എന്റേത് മാത്രമായിരിക്കട്ടെ. പോന്നോളൂ. എന്റെ ഉണ്ണിമായ പോലെ ഒരു പെണ്ണ് തന്നെയല്ലേ മേനകി. ഒരാൾക്കൂടി വേണ്ടതൊക്കെ വാരത്തുണ്ടാവും. മുത്തശ്ശി, മുത്തശ്ശിയുടെ അക്ഷയപാത്രത്തിൽ ഇനിയുണ്ടോ ഗന്ധർവകഥ? എന്താടാ പുരുഷു? അല്ല, അപ്പുറത്തെ വീട്ടിൽ ഒരു പെൺകുട്ടി കല്യാണം നടക്കാതിരിക്കുന്നു. അവളുടെ കല്യാണം നടന്ന് കാണാൻ വേണ്ടിയാ. കൊണ്ടുവാടാ, ഇനിയുണ്ട് എന്റെ കയ്യില് ഗന്ധർവ കഥകള്.